Good morning. Good morning, ma'am. Good morning, ma'am. Good morning, Good ma'am. morning, ma'am. Good Good morning, ma'am. morning. Good morning. Okay, എന്തുണ്ട് വിശേഷം? കുറെ ആളുകളെ അങ്ങനെ കാണാറില്ലല്ലോ. കുറച്ച് നോമ്പിന്റെ ഒക്കെ ടൈം ആയതുകൊണ്ടാണോ? കുറച്ച് റെഗുലർ ആയിട്ട് കയറുന്ന കുറച്ച് പേരെ ഒന്നും കാണാറില്ലേ? സുഖാണ്. ആ, പഠിക്കുന്നുണ്ടോ? ടൈം കിട്ടുന്നുണ്ടോ പഠിക്കാനൊക്കെ? ഓക്കെ, നമ്മുടെ തേർഡ് മോഡ്യൂൾസ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി ഇല്ലേ? ഇപ്പൊ ഓരോ ടീച്ചേഴ്സ് എടുക്കുന്ന നിലവിലുള്ള എടുത്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റേഴ്സ് അല്ലേ ഉള്ളൂ. അതല്ലാതെ തേർഡ് മോഡ്യൂളിലേക്ക് പുതിയതായിട്ട് എടുക്കാനൊന്നുമില്ലല്ലോ. ഇല്ല. ഓക്കെ, അപ്പൊ ഇനി ഫോർത്ത് മോഡ്യൂളിലാണ് നമ്മള് ഓൾറെഡി ടീച്ചേഴ്സ് കടന്നിട്ടുണ്ടാവും. അപ്പൊ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കൂടി കഴിഞ്ഞാൽ നമ്മളും ഫോർത്ത് മോഡ്യൂളിലേക്ക് വരും കേട്ടോ. അപ്പൊ ഫോർത്ത് മോഡ്യൂൾ കൂടി കഴിയുന്നതനുസരിച്ചായിരിക്കും നമ്മുടെ എക്സാമിന്റെ ടൈമും കാര്യങ്ങളൊക്കെ വരാം. അപ്പൊ അതിന് മുമ്പായിട്ട് നോമ്പായപ്പോഴൊക്കെ ടൈം കുറവാണ് അല്ലെ? ഓക്കെ, അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾക്ക് കിട്ടുന്ന ടൈം സ്പെൻഡ് ചെയ്യാൻ നോക്കാം കേട്ടോ. അപ്പൊ അതില് ഇപ്പൊ പകൽ സമയങ്ങളിലൊക്കെയാണ് പിന്നെ നൈറ്റ് ഒന്നും ഇരിക്കാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള ടൈം എപ്പോഴാണോ അതിനനുസരിച്ച് നോക്കാം കേട്ടോ. അപ്പൊ ആ മോഡ്യൂൾസ് ഓരോന്നും കഴിയുന്നതിനനുസരിച്ച് ചാപ്റ്റേഴ്സ് ഒക്കെ ഒന്ന് റിവൈസ് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പൊ ഇനി ഫോർത്ത് മോഡ്യൂൾ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഇത് മുഴുവൻ മറന്നു പോകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വലിയ ഇച്ചിരി ലെങ്തി ചാപ്റ്റേഴ്സ് ആണ്, നമുക്ക് പരിചയമില്ലാത്ത ടോപ്പിക്കുകളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ലാസ്റ്റിലേക്ക് വെക്കേണ്ട, എക്സാം ആവുമ്പോഴേക്കും വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കവർ ചെയ്യാൻ ബുദ്ധിമുട്ട് വരും. കുറച്ച് സമയം കൊണ്ട് കവർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഓരോ മോഡ്യൂൾസ് കഴിയുന്നതിനനുസരിച്ച് എല്ലാ ചാപ്റ്റേഴ്സും എടുത്തിട്ടുണ്ടോ അതൊന്നും നിങ്ങൾ ചെക്ക് ചെയ്യണം. കാരണം പല ടീച്ചേഴ്സ് ആണ് കയറുന്നത് അല്ലെ? അപ്പോ നമ്മൾ മനുഷ്യരാണ്, നമുക്ക് എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ വിട്ടു പോവാം. അപ്പൊ അത്രയും ടീച്ചേഴ്സ് മാറി കയറുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഒരാൾ എടുത്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ മറ്റൊരാളത് കവർ ചെയ്തിട്ടുണ്ടാവാം എന്ന രീതിയിൽ ചിലപ്പോ ഒന്നോ രണ്ടോ ചിലപ്പോ എടുക്കാതെ പോവാനോ ഒക്കെ സാധ്യതയുണ്ട് അല്ലെ? അതെ, 1 and 2 മോഡ്യൂൾസ് പോലെ അല്ല. അതിന് 1 and 2 മോഡ്യൂൾസ് ഈ ഒരു മോഡ്യൂൾ തുടങ്ങിയപ്പോൾ തന്നെ മിസ് പറഞ്ഞില്ലായിരുന്നോ? 1 and 2 മോഡ്യൂൾസിനെ പോലെ നിങ്ങൾ അത്രയും എളുപ്പത്തിൽ കാണേണ്ട ഒരു ഭാഗമല്ല 3 and 4 മോഡ്യൂൾസ് എന്ന് പറയുന്നത്. 1 and 2 നമുക്ക് എളുപ്പമാണ് അല്ലെ? ശരിക്കും ഇത് വെച്ച് നോക്കുമ്പോൾ 1 and 2 നിങ്ങൾക്ക് ഭയങ്കര എളുപ്പമല്ലേ? തോന്നില്ലേ? നമുക്കറിയാവുന്ന ഡിപ്പാർട്ട്മെന്റുകളെ കുറിച്ചും നമ്മൾ കണ്ടിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നമ്മൾ കേട്ടിട്ടുണ്ടാവാം, ചിലപ്പോൾ നമ്മൾ പോയിട്ടുണ്ടാവാം. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അത് അത്ര ചാപ്റ്റേഴ്സിന്റെ ലെങ്ത് കുറവാണ്. നമ്മൾ കേട്ട് കണ്ട് പോയി പരിചയമുള്ള സ്ഥലങ്ങളും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പമായിരിക്കും, നമുക്ക് കണക്ട് ചെയ്ത് വെക്കാനും ഓർത്ത് വെക്കാനും ഒക്കെ എളുപ്പമായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്കത് മാർക്ക് സ്കോർ ചെയ്യാനും കുറച്ചും കൂടി നല്ല ഒരു ഏരിയ എന്ന് പറയുന്നത് 1 and 2 മോഡ്യൂൾസ് ആണ്. അതേസമയം 3rd and 4th മോഡ്യൂളിലേക്ക് വരുമ്പോൾ നിങ്ങൾ പരിചയമില്ലാത്ത കുറെ ടേമുകള്, കുറെ അധികം തിയറിറ്റിക്കൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ 3 and 4 മോഡ്യൂളിൽ പഠിക്കുന്നത്. അപ്പൊ അത് ജനറൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങള്, അപ്പൊ അതൊന്നും നമുക്ക് അധികം പരിചയമില്ലാത്ത ഏരിയാസ് ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗം കുറച്ചും കൂടി അതെ എല്ലാം അതെ നമുക്ക് വളരെ കുറച്ചും കൂടി എന്താണ് ടൈം സ്പെൻഡ് ചെയ്ത് നിങ്ങൾ തന്നെ കുറച്ച് എഫേർട്ട് എടുത്താൽ മാത്രമേ ഈ ഒരു ഭാഗം നമുക്ക് ഫോളോ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ ടീച്ചേഴ്സ് ഇവിടെ നന്നായിട്ട് ക്ലാസ് എടുത്ത് തരുന്നുണ്ട്, അതിനനുസരിച്ച് നിങ്ങൾക്ക് ചിലപ്പോൾ ആ ക്ലാസ്സിൽ വ്യക്തമായിട്ട് മനസ്സിലാവുന്നതായിരിക്കും അല്ലെ? ഓരോ ക്ലാസ്സും നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി തന്നെയാണ് ഓരോ ക്ലാസ്സും എൻഡ് ചെയ്യുന്നത്. പക്ഷേ എന്നാൽ പോലും ആ ഒരു മനസ്സിലാക്കുന്ന പോർഷൻ എത്ര ദിവസത്തേക്ക് ഉണ്ടാവും നിങ്ങളുടെ മൈൻഡിൽ? എത്ര ദിവസത്തേക്ക് ഉണ്ടാവും? 1 ദിവസം, 2 ദിവസം, 3 ദിവസം? അതിൽ കൂടുതലുണ്ടോ? ഉണ്ടാവോ? കുറച്ച് ദിവസം പോയിട്ട് ചിലർക്ക് 1 ദിവസം തന്നെ ഓർത്ത് വെക്കുന്നത് കഷ്ടമാണ് അല്ലെ? അതൊക്കെ 1 ദിവസം ചിലപ്പോ ഓർക്കും, പിറ്റേ ദിവസം നോക്കുമ്പോ അയ്യോ ഈ ഭാഗം എന്താ ടീച്ചർ പറഞ്ഞതാവൂ എന്ന് പറയും അല്ലെ? അപ്പൊ അതെല്ലാം മനുഷ്യരാണ്, നമുക്ക് പലർക്കും പല കപ്പാസിറ്റിയാണ് അല്ലെ? എല്ലാവർക്കും ഒരുപോലെയുള്ള കപ്പാസിറ്റി ഒന്നും അല്ല. അപ്പൊ അത് എന്താണ്, ചിലർക്ക് ചിലപ്പോൾ പെട്ടെന്ന് മനസ്സിലാവുന്നവരുണ്ടാവും, ചിലർക്ക് കുറച്ച് സമയം എടുത്താലേ മനസ്സിലാവുള്ളൂ. പഠിക്കാനും അതുപോലെ തന്നെയാ അല്ലെ? ചിലർക്ക് കുറെ നേരം സമയം എടുത്ത് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്ത് നമ്മൾ ഉറക്കെ വായിച്ചൊക്കെ പഠിക്കണമായിരിക്കും. ചിലർക്ക് അങ്ങനെയൊന്നുമില്ല, കുറച്ച് സമയം മതി, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ ചിലപ്പോൾ അവർക്ക് ഓക്കെ ആയിരിക്കും. അത് ഓരോരുത്തരുടെ കഴിവ് അതിനനുസരിച്ചാണ് അല്ലെ? അപ്പൊ എല്ലാവർക്കും ഒരുപോലെ ഒന്നുമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക്
മറ്റൊരാളെ നിങ്ങൾ ഒരിക്കലും ഡിപ്പെൻഡ് ചെയ്ത് അയ്യോ അവർക്ക് വേഗം കിട്ടുന്നുണ്ട് എനിക്ക് വേഗം കിട്ടുന്നില്ല, അല്ലെങ്കിൽ അവൾ എല്ലാത്തിലും നല്ല മാർക്ക്, അതൊന്നും നോക്കണ്ട. നമ്മുടെ കഴിവെന്തോ അതിനനുസരിച്ച് നമ്മൾ ഇംപ്രൂവ് ചെയ്യാന്നുള്ളതാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പൊ നമ്മുടെ കുറവുകളും നമ്മുടെ കഴിവുകളും നമുക്ക് മാത്രമേ അറിയുള്ളൂ, ശരിയല്ലേ? മറ്റൊരാൾ പറയുന്നതിനേക്കാൾ നമുക്ക് എങ്ങനെ പഠിക്കാൻ പറ്റും അല്ലെ? നമുക്ക് ഏത് സമയത്ത് പഠിച്ചാൽ നന്നായിട്ട് മനസ്സിലാവും. അത് ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും. ചിലർക്ക് നൈറ്റ് ഇരുന്ന് പഠിക്കുന്നതായിരിക്കും, ചിലർക്ക് നമ്മുടെ വെളുപ്പിനൊക്കെ എഴുന്നേറ്റ് ഇരുന്ന് പഠിക്കുന്നവരുണ്ടാവും. അത് ചിലപ്പോൾ കോൺസെൻട്രേഷൻ കൂടുതൽ കിട്ടാൻ അവർക്ക് സഹായിക്കും. അപ്പൊ അത് എന്താണോ നമുക്ക് കിട്ടാൻ പോകുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ഗുണമുള്ള ടൈം ഏതാണോ ആ ടൈം നോക്കി നിങ്ങൾ സ്പെൻഡ് ചെയ്താൽ മതി. അല്ലാതെ ഫുൾ ഡേ മുതൽ രാവിലെ മുതൽ വൈകിട്ട് വരെ ഈ ഒരു ബുക്ക് വെച്ച് തുറന്ന് വെച്ചത് കൊണ്ട് ഒരു കാര്യം ഉണ്ടാവാൻ പോകുന്നില്ല. അതിൽ എത്ര മണിക്കൂർ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുന്നുണ്ട്, അതിനാണ് കാര്യം. അല്ലാതെ നമ്മളിപ്പോ രാവിലെ മുതൽ ഇത്ര മണിക്കൂർ ഞാൻ ഇത് പഠിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ പഠിച്ച സമയത്ത് നമുക്ക് എന്ത് കിട്ടി, അതാണ് വേണ്ടത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരുപാട് സമയം ഇരിക്കണമെന്ന് ഒരിക്കലും പറയില്ല. നിങ്ങളുടെ ഫ്രീ ടൈമില് പക്ഷെ നിങ്ങൾ കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ടൈം ഏതാണോ അത് നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ചാണ്. അത് ചിലപ്പോ നൈറ്റ് ആവാം, മോർണിംഗ് ആവാം, ഈവനിങ് ആവാം. അത് ഓരോരുത്തരുടെയും സമയം ഡിപ്പെൻഡ് ചെയ്തത് അവരെ തന്നെയാണ്. അവരവരുടെ സമയം കണ്ടെത്തുക, അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യാൻ നോക്കുക കേട്ടോ. അപ്പൊ അത് 1 മണിക്കൂർ കിട്ടുന്നുണ്ടെങ്കിൽ ആ 1 മണിക്കൂർ പക്ഷെ വേറെ ഒന്നിനും സ്പെൻഡ് ചെയ്യാൻ പാടില്ല. ആ 1 മണിക്കൂർ ഇതിനു വേണ്ടി നമ്മൾ മാറ്റി വെക്കുകയാണെങ്കിൽ അതിനു വേണ്ടി മാത്രം കേട്ടോ. ആ കോൺസെൻട്രേറ്റ് ചെയ്ത് ചിലപ്പോൾ അരമണിക്കൂർ ഇരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ ഡിസ്റ്റർബ്ഡ് ആയിട്ട് ഒരിക്കലും നിങ്ങൾ ഇരിക്കരുത്. പഠിക്കാനായിട്ട് ഇപ്പൊ ഒരു ഭാഗം നമ്മുടെ ടീച്ചേഴ്സ് ആണെങ്കിലും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങൾ മിസ് ചെയ്യുന്ന കാര്യമായിട്ട് പറഞ്ഞു. ഇപ്പൊ എനിക്ക് ചില ഭാഗങ്ങൾ ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയങ്ങളിലൊക്കെ ചില ഭാഗങ്ങൾ നമുക്ക് മനസ്സിലാവാതെ ഉണ്ടാവും. ഇപ്പൊ ടീച്ചേഴ്സ് ക്ലാസ്സിൽ എടുത്താൽ പോലും രണ്ടാമതൊക്കെ വായിക്കുമ്പോൾ എന്നാലും നമുക്കൊന്ന് ചിലതൊക്കെ നമുക്കൊന്ന് ക്ലിക്കാവാണ്ട് പോയില്ലേ. അപ്പൊ ചിലപ്പോ ഒരു ഓവറോൾ മനസ്സിലായിട്ടുണ്ടാവും. പക്ഷെ എന്നാ പോലും നമുക്ക് ചില ഭാഗങ്ങൾ അങ്ങോട്ടൊന്ന് അതിലേക്ക് വരാനായിട്ടൊക്കെ ബുദ്ധിമുട്ട് വരുമ്പോ ഞാൻ ചെയ്യുന്ന കാര്യം ഇതാണ്. നമുക്കൊരു ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത്, അതായത് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാൻ താല്പര്യമാണ്, നമുക്ക് കോൺസെൻട്രേഷനോട് കൂടി നമുക്ക് ഇരിക്കാൻ പറ്റുന്നത് ചിലപ്പോൾ ഒരു അരമണിക്കൂറോ 10 മിനിറ്റോ കിട്ടുള്ളായിരിക്കും. ആ സമയത്ത് ഇങ്ങനെ ബുദ്ധിമുട്ട് വരുന്ന ഭാഗങ്ങൾ എടുത്ത് 1, 2, 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വായിക്കും. അപ്പൊ ഒരു പ്രാവശ്യം വായിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് 1, 2 പോയിന്റ്സ് കണക്ട് ചെയ്യാൻ പറ്റും. രണ്ടാമത് നമ്മൾ അത് ഒന്നുകൂടി വായിക്കുമ്പോൾ കുറച്ചും കൂടി നമുക്ക് അതിലേക്ക് ഒന്ന് മനസ്സിലാവും. അങ്ങനെ ഒരു 2, 3 പ്രാവശ്യം നമ്മളൊന്ന് റിപ്പീറ്റ് ചെയ്ത് വായിച്ചു നോക്കി. അപ്പൊ കുറച്ചും കൂടി നമുക്ക് ആ ഭാഗത്തോട് നമുക്കൊരു അടുപ്പം വരും. അതല്ലാതെ നമ്മൾ അത് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞാൽ അവിടെ മാറ്റി വെച്ചാൽ അത് അങ്ങനെ ഇരുന്നു പോകും. അതേസമയം നമുക്ക് ആ ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടോ. ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങൾ നിങ്ങൾ ഓൾറെഡി ക്ലാസ് കേട്ടിട്ടുണ്ടാവും. അതിനുശേഷവും ചിലപ്പോൾ നമുക്ക് ചില ഭാഗങ്ങളൊക്കെ അങ്ങോട്ട് കണക്ട് ചെയ്യാൻ ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ ഒരു 2, 3 പ്രാവശ്യം നിങ്ങൾ അതൊന്ന് റിപ്പീറ്റ് ചെയ്ത് കോൺസെൻട്രേഷനോട് കൂടി തന്നെ 2, 3 ഭാഗം എനിക്ക് ഇത് പഠിച്ചെടുക്കണം എന്നൊരു ചിന്തയോടുകൂടി 1, 2, 3 പ്രാവശ്യം ഒന്ന് റിപ്പീറ്റ് ചെയ്ത് വായിക്കാം കേട്ടോ. അപ്പൊ അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വായിക്കുമ്പോൾ കുറച്ച് ആദ്യം വായിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഒന്നും അറിയില്ലായിരിക്കും. രണ്ടാമത് വായിക്കുമ്പോൾ നമുക്ക് കുറച്ചൊക്കെ മനസ്സിലാവും. മൂന്നാമത് വായിക്കുമ്പോൾ നമുക്ക് ഇന്നതൊക്കെയാണല്ലോ, അപ്പൊ നമുക്കൊന്നൊരു കണക്ഷൻ കിട്ടാനായിട്ട് അത് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പൊ അങ്ങനെയായിട്ട് നമുക്ക് തോന്നുന്ന രീതി നമുക്ക് ഏറ്റവും അനുയോജ്യമായ രീതിക്ക് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കാം. ഈ 3rd and 4th മൊഡ്യൂൾ പ്രത്യേകിച്ച് കേട്ടോ. അപ്പൊ അതൊരിക്കലും ഒരു ലാസ്റ്റത്തേക്ക് ഒരിക്കലും വെക്കണ്ട. കാരണം ഇത് ലെങ്തി ചാപ്റ്ററുകളാണ്. നിങ്ങൾക്ക് എക്സാമിന് വേണ്ടി കുറച്ച് ടൈം അറിയാലോ സ്റ്റഡി ലീവ് എത്ര ദിവസമൊക്കെ ഏകദേശം ഉണ്ടാവും എന്നുള്ളത്. ആ ഒരു ദിവസത്തിനുള്ളിൽ നമുക്ക് മാക്സിമം കവർ ചെയ്ത് എടുക്കാനായിട്ട് ഈ 3rd and 4th മൊഡ്യൂൾ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് നേരത്തെ പറയുന്നത് 3rd മൊഡ്യൂൾ കഴിഞ്ഞാൽ അത് അതിലുള്ള ചാപ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ ടൈം പോലെ റിവൈസ് ചെയ്യാം. അപ്പൊ അതിനുശേഷം നിങ്ങൾക്ക് 4th മൊഡ്യൂളിലേക്ക് വരുമ്പോൾ ടൈം കിട്ടും. അല്ലെങ്കിൽ രണ്ടും കൂടി ഒരുമിച്ച് റിവൈസ് ചെയ്യാൻ പഠിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം തികയില്ല കേട്ടോ. അപ്പൊ അതിനനുസരിച്ച് എക്സാമിന് നമുക്ക് പ്രിപ്പയർ ചെയ്യാനും ടൈം ഉണ്ടാവില്ല. അതിനനുസരിച്ച് ഈ ഒരു പേപ്പേഴ്സിന് മാർക്ക് കുറയാനും സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല മാർക്ക് മേടിച്ച് സ്കോർ ചെയ്ത് പാസ്സാവണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഭാഗത്തിന് എഫേർട്ട് വേണം കേട്ടോ. അപ്പൊ 3rd and 4th മൊഡ്യൂൾ പ്രത്യേകിച്ച് വേണം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ വരെയാണ് എടുത്ത് നിർത്തിയിരുന്നത് ഓർക്കുന്നോ? എവിടെ വരെയാണ് എടുത്ത് നിർത്തിയേ? അസംബ്ലിംഗ് അത് കംപ്ലീറ്റ് ആയില്ലേ? അസംബ്ലിംഗ് ഓഫ് മെഡിക്കൽ റെക്കോർഡ് ഫോംസ് കംപ്ലീറ്റ് ആയില്ലേ? ഓക്കെ, ശരി. ഫയലിംഗ് മെത്തേഡ്സ് ആൻഡ് സ്റ്റോറേജ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് അല്ലേ ഇനി എടുക്കേണ്ടത്? അതല്ലേ?
ഓക്കെ, വായിച്ചു നോക്കിയിരുന്നോ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത ഭാഗങ്ങള്? വായിച്ചു നോക്കിയിരുന്നോ? ഓക്കെ, ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ശരി, നെക്സ്റ്റ് ഫയലിംഗ് മെത്തേഡ്സ് ആൻഡ് സ്റ്റോറേജ് ഓഫ് മെഡിക്കൽ റെക്കോർഡില് റെക്കോർഡ് നമ്പറിംഗ് ആൻഡ് ഫയലിംഗ് സിസ്റ്റം. റെക്കോർഡുകൾ നമ്പർ ചെയ്യുന്നതും അതിന്റെ ഫയലിംഗ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് പഠിക്കുന്നത്. അപ്പൊ ഇതില് നിങ്ങൾക്ക് കുറച്ചൊരു 5 ടൈപ്പ് ഓഫ് ഫയലിംഗ് സിസ്റ്റംസ് തന്നിട്ടുണ്ട്. ഈ 5 എണ്ണവും നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിൽ പോലും ഇപ്പൊ നിങ്ങൾ ഇത് പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. അപ്പൊ മിസ് നമ്മൾ ഈ 5 എണ്ണം പഠിക്കുന്നുണ്ടല്ലോ, അതിൽ നമ്മൾ പക്ഷേ ഒരെണ്ണമാണ് നിലവിൽ നമ്മുടെ ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യുന്ന ഫയലിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അത് ഏത് ഫയലിംഗ് സിസ്റ്റം? ഏതാണ്? നമ്മൾ ആദ്യമേ പഠിച്ചതാണ് യൂണിറ്റ് നമ്പറിംഗ് ആൻഡ് ഫയലിംഗ് സിസ്റ്റം അല്ലെ? അവിടെ എന്താ ഒരു ഫയലിംഗ് സിസ്റ്റത്തിന്റെ പ്രത്യേകത? എന്താ യൂണിറ്റ് നമ്പറിംഗ് ആൻഡ് ഫയലിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്? എന്താണ് അതിന്റെ പ്രത്യേകത? ഒരു റെക്കോർഡും ഒരു നമ്പറും ആയിരിക്കും, ഒരു പെർമനന്റ് നമ്പറും ആയിരിക്കും അല്ലെ? ഏതൊരു ട്രീറ്റ്മെന്റും വേണ്ടിയിട്ട് ഒരു പ്രാവശ്യം നമ്മൾ രജിസ്റ്റർ ചെയ്താൽ നമുക്കൊരു നമ്പറും ഒരു പെർമനന്റ് നമ്പറും ഒരു ഫയലും മെഡിക്കൽ റെക്കോർഡും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അത് തന്നെയായിരിക്കും പിന്നീടുള്ള എന്തൊരു കാര്യത്തിനും യൂസ് ചെയ്യുന്നത് അല്ലെ? അതല്ലേ നമ്മൾ യൂണിറ്റ് നമ്പറിംഗ് ആൻഡ് ഫയലിംഗ് സിസ്റ്റം എന്നുള്ള രീതിയിൽ പഠിച്ചത്. അതേ സിസ്റ്റം തന്നെയാണ് ഇപ്പം എല്ലാ ഹോസ്പിറ്റലിലും നിലവിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. യൂണിറ്റ് നമ്പറിംഗ് ആൻഡ് ഫയലിംഗ് സിസ്റ്റം ആണ്. എങ്കിൽ പോലും മറ്റുള്ള ഈ ഫയലിംഗ് സംവിധാനങ്ങൾ നിലവിലുണ്ടായിരുന്നു അല്ലെങ്കിൽ യൂസ് ചെയ്യാറുണ്ടായിരുന്നു എന്നത് മനസ്സിലാക്കിയിരിക്കണം കേട്ടോ. അപ്പൊ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള ഫയലിംഗ് സംവിധാനങ്ങൾ ഉണ്ട്. പക്ഷെ നിലവിൽ നമ്മൾ ഇപ്പോൾ ഏറ്റവും കൺവീനിയന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് യൂണിറ്റ് നമ്പറിംഗ് ആൻഡ് ഫയലിംഗ് സിസ്റ്റം ആണ്. അതൊന്ന് മനസ്സിലാക്കി വെക്കണോട്ടോ. അല്ലെങ്കിൽ ഇത് മുഴുവൻ പഠിച്ചിട്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ ഇത്രയും ഫയലിംഗ് സിസ്റ്റം ഉണ്ട്, പക്ഷെ നമ്മൾ പഠിച്ചത് ഇത് മാത്രമാണല്ലോ എന്ന് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യമേ പറഞ്ഞു കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു there are several types of numbering and filing system. 5 ടൈപ്പ് ഓഫ് നമ്പറിംഗ് ആൻഡ് ഫയലിംഗ് സിസ്റ്റം ആണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്. അത് എളുപ്പത്തിൽ പഠിച്ചു വെക്കേണ്ടത് നിങ്ങളുടെ കടമയാണ് കേട്ടോ. അപ്പൊ ഇതിൽ ഏത് ചോദിച്ചാലും എഴുതാൻ അറിഞ്ഞിരിക്കണം. അത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന്റെ രീതിയൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് പറഞ്ഞുതരാം. അപ്പൊ ആ രീതിയിൽ ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ. അപ്പൊ അതില് സീരിയൽ നമ്പറിംഗ് ആൻഡ് ഫയലിംഗ് സിസ്റ്റം. ഫസ്റ്റ് നമ്മൾ സീരിയൽ നമ്പറിംഗ് ആൻഡ് ഫയലിംഗ് സിസ്റ്റം ആണ് പഠിക്കുന്നത്. Serial numbering and filing system. The patient is given a new number for each occasion of treatment by a healthcare facility. ഇവിടെ സീരിയൽ നമ്പറിംഗ് ആൻഡ് ഫയലിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാല് ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മളൊരു ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോൾ, നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ, നമ്മളൊരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിലേക്ക് ട്രീറ്റ്മെന്റിന് വേണ്ടി ചെല്ലുന്നു. അങ്ങനെ ഏതൊരു സമയത്ത് നമ്മൾ ചെല്ലുമ്പോഴോ നമുക്ക് പുതിയ പുതിയ നമ്പറുകൾ, ഡിഫറെന്റ് ആയിട്ടുള്ള നമ്പറുകളാണ് തരുന്നതെങ്കിൽ അത്തരത്തിലുള്ള നമ്പറിംഗ് ആൻഡ് ഫയലിംഗ് സിസ്റ്റത്തെയാണ് സീരിയൽ നമ്പറിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇപ്പൊ നമ്മൾ ഒരു ട്രീറ്റ്മെന്റിന് വേണ്ടി ഇന്ന് നമ്മളൊരു ഹോസ്പിറ്റലിലേക്ക് പോയി കഴിഞ്ഞപ്പോ നമുക്ക് ഒരു നമ്പർ തന്നു. നാളെ നമ്മൾ ചെല്ലുന്നു, നാളെ നമുക്ക് വേറൊരു നമ്പറാണ് തരുന്നത്. അങ്ങനെ ഡിഫറെന്റ് നമ്പേഴ്സ് തന്നിട്ടുള്ള ഫയലിംഗ് സിസ്റ്റം ആണ് നമ്പറിംഗ് ആൻഡ് ഫയലിംഗ് സിസ്റ്റം ആണെങ്കിൽ ഓരോ ഒക്കേഷനും എന്തായിരിക്കും? പുതിയ നമ്പേഴ്സ് ആയിരിക്കും നമുക്ക് കിട്ടുക. അത് മനസ്സിലാക്കിയോ? അതൊന്ന് മനസ്സിലാക്കി വെച്ച് പഠിക്കണോട്ടോ. അല്ലാതെ ഒരുപാട് ബൈ ഹാർട്ടൊന്നും ചെയ്യണ്ട. അതെന്താണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഓപ്ഷൻസ് കാണുമ്പോൾ കൺഫ്യൂഷൻ ആവും. അപ്പൊ അതുകൊണ്ട് സീരിയൽ നമ്പറിംഗ് ആൻഡ് ഫയലിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ വരുന്ന ഓരോ പുതിയ ഒക്കേഷനും നമുക്ക് പുതിയ നമ്പറുകൾ, ഡിഫറെന്റ് ആയിട്ടുള്ള പുതിയ നമ്പറുകൾ തരുന്നതിനെയാണ് സീരിയൽ നമ്പറിംഗ് ആൻഡ് ഫയലിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അത് ക്ലിയർ ആയോ? Okay, 3 different numbers are allotted if a patient is registered 3 times. 3 പ്രാവശ്യം ഒരു പേഷ്യന്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് 3 ഡിഫറെന്റ് നമ്പേഴ്സ് ആയിരിക്കും കൊടുക്കുക അല്ലെ? 3 പ്രാവശ്യം രജിസ്റ്റർ ചെയ്താൽ 3 ഡിഫറെന്റ്, 4 പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിൽ 4 ഡിഫറെന്റ് നമ്പേഴ്സ് ആയിരിക്കും കൊടുക്കുക. Then all numbers allotted to a patient are recorded in the master patient index. അപ്പൊ ഓരോ പേഷ്യന്റിന്റെ മാസ്റ്റർ പേഷ്യന്റ് ഇൻഡെക്സ് നമ്മൾ ആദ്യം പഠിച്ചതായിരുന്നു. ഓരോ നമ്പേഴ്സ് ഈ ഒരു പേഷ്യന്റിന് വേണ്ടി അലോട്ട് ചെയ്ത് കൊടുക്കുന്ന ഏതൊക്കെ നമ്പേഴ്സ് ആണോ അലോട്ട് ചെയ്ത് കൊടുക്കുന്നത്, ഓരോ പ്രാവശ്യം രജിസ്റ്റർ ചെയ്യുമ്പോഴും ഏതൊക്കെ നമ്പേഴ്സ് ആണോ അലോട്ട് ചെയ്ത് കൊടുക്കുന്നത് അത് ആ പേഷ്യന്റിന്റെ മാസ്റ്റർ ഇൻഡെക്സിൽ രേഖപ്പെടുത്തി വെക്കുകയും ചെയ്യും. അപ്പൊ അവർക്ക് എത്ര മെഡിക്കൽ റെക്കോർഡുകൾ ഉണ്ട്, ഈ ഏതൊക്കെ നമ്പറിലുണ്ടെന്നൊക്കെ നമുക്ക് ആ ഒരു മാസ്റ്റർ പേഷ്യന്റ് ഇൻഡെക്സ് നോക്കിയാൽ മനസ്സിലാവും. Then because a new number is provided for each occasion of service, a new medical record is also developed. ഇല്ലേ? ഓരോ പ്രാവശ്യം പുതിയ നമ്പേഴ്സ് കൊടുക്കുമ്പോഴും അതോടൊപ്പം
പുതിയ മെഡിക്കൽ റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യുന്നില്ലേ? ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ? നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെന്ന് ഒരു നമ്പർ എടുക്കുമ്പോൾ അതിനൊപ്പം തന്നെ അവരുടെ ഒരു മെഡിക്കൽ റെക്കോർഡും ആ നമ്പറിലുള്ളത് ക്രിയേറ്റ് ആവുന്നുണ്ട് അല്ലെ? ഇവിടെയും അവർ എത്രത്തോളം നമ്പർ ഓഫ് ഒക്കേഷൻസിൽ വന്നിട്ടുണ്ടോ അത്രയും നമ്പർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ അത്രയും നമ്പർ അവർക്ക് കിട്ടുന്നുണ്ട്. അതിനനുസരിച്ച് മെഡിക്കൽ റെക്കോർഡുകളും വരുന്നുണ്ട്. ഓക്കെ, ഇനി the patient records are filed in as many places in the file as the number of times the patient has received care at the facility. അതുപോലെ തന്നെ പേഷ്യൻസിന്റെ റെക്കോർഡ് ഒക്കെ ഡിഫറെന്റ് പല സ്ഥലങ്ങളിലായിട്ടായിരിക്കും ഫയൽ ചെയ്യുക. കാരണം അതിന് പല നമ്പറുകൾ കിട്ടുന്നത് കൊണ്ട് തന്നെ ഒരേപോലത്തെ നമ്പറുകൾ അടുപ്പിച്ചുള്ള നമ്പറുകളാണെങ്കിലല്ലേ നമുക്ക് ഒരുമിച്ച് വെക്കാൻ പറ്റുള്ളൂ. അല്ല പല ഡിഫറെന്റ് നമ്പേഴ്സ് ആവുമ്പോൾ അതിനനുസരിച്ച് പല ഇടങ്ങളിലായിട്ടായിരിക്കും ഇവരുടെ മെഡിക്കൽ റെക്കോർഡ് ഫയൽ ചെയ്യുന്നതും. അപ്പൊ എന്താണ് സീരിയൽ നമ്പറിംഗ് ആൻഡ് ഫയലിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്? ഒന്ന് മനസ്സിലാക്കി പഠിക്കേണ്ട. സീരിയൽ നമ്പറിംഗ് ആൻഡ് ഫയലിംഗ് സിസ്റ്റത്തില് ഇവിടെ പേഷ്യൻസ് ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിലേക്ക് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് വരുമ്പോൾ അവരെ രജിസ്റ്റർ ചെയ്യുന്നതിനനുസരിച്ച് ഇപ്പൊ ഒരു പ്രാവശ്യം രജിസ്റ്റർ ചെയ്തു, അവർക്ക് ഒരു പുതിയ നമ്പറും ഒരു പുതിയ റെക്കോർഡും ക്രിയേറ്റ് ചെയ്തു. അടുത്ത ദിവസം പിന്നെ അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം അവര് വരുമ്പോൾ പിന്നെയും രജിസ്റ്റർ ചെയ്യുന്നതിനനുസരിച്ച് പിന്നെയും അവർക്ക് ഡിഫറെന്റ് നമ്പേഴ്സും ഡിഫറെന്റ് മെഡിക്കൽ റെക്കോർഡുകളും ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പൊ അവിടെ ഓരോ ഒക്കേഷന് വരുമ്പോഴും ഓരോ ഒക്കേഷനും പുതിയ ഡിഫറെന്റ് നമ്പേഴ്സ് ആണ് അവർക്ക് കൊടുക്കുന്നത്. അതിനനുസരിച്ച് മെഡിക്കൽ റെക്കോർഡുകളും ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ക്ലിയർ ആണോ? അപ്പൊ 3 പ്രാവശ്യം അല്ലെങ്കിൽ 4 പ്രാവശ്യമോ ഒരു പേഷ്യന്റ് രജിസ്റ്റർ ചെയ്താൽ അതിനനുസരിച്ച് 3 or 4 മെഡിക്കൽ റെക്കോർഡുകളും ക്രിയേറ്റ് ചെയ്യപ്പെടും, പുതിയ നമ്പേഴ്സും അലോട്ട് ചെയ്യപ്പെടും. ക്ലിയർ അല്ലേ? അപ്പൊ ഇവിടെ അതുപോലെ തന്നെ ഇത് ഡിഫറെന്റ് നമ്പേഴ്സ് ആയിട്ട് അലോട്ട് ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ ഡിഫറെന്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിലായിരിക്കും ഈ ഫയൽസ് എന്ത് ചെയ്യുന്നത്, പ്ലേസ് ചെയ്യുന്നതും. ക്ലിയർ ആണോ? അത് സീരിയൽ നമ്പറിംഗ് സിസ്റ്റം മനസ്സിലായോ? ഓക്കെ അല്ലേ? ഇപ്പൊ സീരിയൽ നമ്പറിംഗുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ചോദിക്കാവുന്ന രീതികളാണ് ഡംസ് പറയുന്നത്. ഒന്നാമത്തത് ഇതായിരിക്കും, മെയിൻ ആയിട്ടും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇതായിരിക്കും. The patient is in a serial numbering system ഒരു പ്രത്യേകത എന്താ? Patient is given a new number for each occasion of treatment by a health care facility. ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിലേക്ക് ഓരോ ഒക്കേഷനും പുതിയ പേഷ്യൻസിന് പുതിയ നമ്പേഴ്സ് കൊടുക്കുന്ന നമ്പറിംഗ് സിസ്റ്റം ഏതാണ് എന്ന് ചോദിക്കാം. അപ്പൊ അതിന് ആൻസർ ഏതാ ആൻസർ വരിക? അപ്പൊ ഓപ്ഷനില് സീരിയൽ നമ്പറിംഗ് ഉണ്ടാവും, യൂണിറ്റ് നമ്പറിംഗ് ഉണ്ടാവും, ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗ് ഉണ്ടാവും. അങ്ങനെ ഓപ്ഷൻസ് വ്യത്യസ്തമായിരിക്കും. അപ്പൊ അത് ഓരോന്നും മനസ്സിലാക്കിയില്ല എങ്കിൽ നിങ്ങൾക്ക് അത് മാറിപ്പോകും. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ അതുപോലെ ചോദിക്കാം. അല്ലെങ്കിൽ എന്താണ്, the new number is provided for each occasion of service, a new medical record is developed. അത് ഏത് നമ്പറിംഗ് സിസ്റ്റത്തിൽ വരുന്നതാണെന്ന് ചോദിക്കാം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും വരുന്നത്. അപ്പൊ ആ ഒരു നമ്പറിംഗ് സിസ്റ്റം എന്താണെന്ന് മനസ്സിലായാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. കേട്ടോ? ക്ലിയർ അല്ലേ? സീരിയൽ നമ്പറിംഗ് ആൻഡ് ഫയലിംഗ് സിസ്റ്റം ക്ലിയർ അല്ലേ? ഇതിലല്ലാതെ വേറെ ക്വസ്റ്റ്യൻസ് ഈ ഭാഗത്ത് നിന്ന് ഈ ഒരു സീരിയൽ നമ്പറിംഗ് സിസ്റ്റത്തിൽ നിന്ന് വരാറില്ല. അതുമായി ബന്ധപ്പെട്ട് പഠിച്ചതിൽ നിന്നുള്ള വരും. മറ്റിതിലെ കുറച്ച് എക്സാമ്പിളുകൾ പഠിക്കുന്നുണ്ട്. അപ്പൊ അത് അങ്ങനെ പറഞ്ഞു തരാം കേട്ടോ. ഇനി യൂണിറ്റ് നമ്പറിംഗ് ആൻഡ് ഫയലിംഗ് സിസ്റ്റത്തിൽ നോക്കാം. അടുത്തത് ഇത് നമുക്ക് പരിചയമുള്ളതാ അല്ലെ? യൂണിറ്റ് നമ്പറിംഗ് ആൻഡ് ഫയലിംഗ് സിസ്റ്റം എന്തായിരിക്കും? എങ്ങനെയായിരിക്കും? Here the patient is allocated a number on the first admission or visit, which is retained for all subsequent admission and treatment. ഇവിടെ എന്തായിരിക്കും? ആ പേഷ്യന്റ് വരുന്ന സമയത്ത് ആ ഒരു ഫസ്റ്റ് ടൈം ആ ഹോസ്പിറ്റലിലേക്ക് ഫസ്റ്റ് ടൈം ആയിട്ടുള്ള അഡ്മിഷൻ എടുക്കുകയോ അല്ലെങ്കിൽ വിസിറ്റിന് വേണ്ടി വരികയോ ചെയ്യുന്ന സമയത്ത് അവർക്കൊരു നമ്പർ നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അല്ലെ? ഒരു നമ്പർ അലോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ നമ്പർ തന്നെ ആയിരിക്കില്ലേ അവരുടെ തുടർന്നുള്ള എല്ലാ വൈദ്യ പരിചരണത്തിനും നമ്മൾ ഫോളോ ചെയ്യുന്നത് അല്ലെ? അത് ആ നമ്പർ തന്നെയല്ലേ നിലനിർത്തുന്നത്. അത്തരം സീരിയൽ നമ്പറിംഗ് സിസ്റ്റത്തെയാണ് യൂണിറ്റ് നമ്പറിംഗ് ആൻഡ് ഫയലിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇവിടെ unit numbering provides a single record which is composed of all data gathered on a given patient regardless of the number of types of services provided. അല്ലെ? ഇവിടെ ആ പേഷ്യൻസിന് എത്ര ടൈപ്പ് ഓഫ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു അല്ലെങ്കിൽ എങ്ങനെയുള്ള ട്രീറ്റ്മെന്റ് പ്രൊവൈഡ്, അതൊന്നും ഇവിടെ ബാധകമല്ല. ശരിയല്ലേ? ആ പേഷ്യന്റുമായി ബന്ധപ്പെട്ട് ഉള്ള എല്ലാ റെക്കോർഡുകളും അല്ലെങ്കിൽ എല്ലാ ഡേറ്റാസും ആ പേഷ്യന്റിന്റെ ആ സിംഗിൾ റെക്കോർഡിൽ നിന്ന് നമുക്ക് ലഭ്യമായിരിക്കും അല്ലെ? ആ പേഷ്യന്റുമായി ബന്ധപ്പെട്ട് നമ്മൾ ആ ഹോസ്പിറ്റലിൽ നിന്ന് എന്തൊക്കെ സർവീസ് ഒക്കെ കൊടുത്തിട്ടുണ്ടോ, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ അതുമായി ബന്ധപ്പെട്ട എല്ലാം ആ ഒരൊറ്റ സിംഗിൾ റെക്കോർഡിനുള്ളിൽ നിന്ന് നമുക്ക് ലഭ്യമാവും.
ലഭ്യമാവില്ലേ? അതുപോലെ തന്നെ അവിടെ ഒറ്റ ഒരു യൂണിറ്റ് നമ്പർ അല്ലെങ്കിൽ ഒരു സിംഗിൾ നമ്പർ ആയിരിക്കും, ഒരൊറ്റ പെർമനന്റ് നമ്പർ ആയിരിക്കും അവർക്ക് കൊടുക്കുക. ആ നമ്പർ തന്നെയായിരിക്കും തുടർന്നുള്ള എന്തൊരു വൈദ്യപരിചരണത്തിനും നിലനിൽക്കുന്നതും. അതുപോലെ തന്നെ ഒരൊറ്റ സിംഗിൾ റെക്കോർഡുമായിരിക്കും ആ പേഷ്യന്റിന്റെ പേരിൽ ഉണ്ടാവുക. ക്ലിയർ ആണോ? Then the patient's total medical record is thus filed as a unit in one folder under one number. ഒരു നമ്പറിന് കീഴിൽ ഒരൊറ്റ ഫോൾഡർ ആയിട്ടായിരിക്കും ഈ പേഷ്യന്റിന്റെ റെക്കോർഡുകളെല്ലാം സൂക്ഷിക്കുന്നത്. ക്ലിയർ അല്ലേ? യൂണിറ്റ് നമ്പറിംഗ് ആൻഡ് ഫയലിംഗ് സിസ്റ്റം. അപ്പൊ ഇതിൽ നിന്നും ഇതുപോലെ തന്നെ ചോദിക്കുള്ളൂ. പേഷ്യൻസിന്റെ ടോട്ടൽ മെഡിക്കൽ റെക്കോർഡ് ഫയൽഡ് ഇൻ എ യൂണിറ്റ് ഇൻ വൺ ഫോൾഡർ അണ്ടർ വൺ നമ്പർ. ഒരു നമ്പറിന് കീഴിൽ ഒരു ഫോൾഡർ ആയിട്ട് സൂക്ഷിക്കുന്നത് ഏത് നമ്പറിംഗ് സിസ്റ്റം ആണെന്ന് ചോദിക്കാം. അതല്ല എങ്കിൽ നമ്പർ എന്താണ് അലോട്ടഡ്, ഒരു ഒറ്റ നമ്പർ ഫസ്റ്റ് അഡ്മിഷൻ അല്ലെങ്കിൽ വിസിറ്റുമായി ബന്ധപ്പെട്ട് ഒരു നമ്പർ പേഷ്യന്റിന് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നു. അതേ നമ്പർ തന്നെ തുടർന്നുള്ള എല്ലാ സബ്സിക്വന്റ് അഡ്മിഷൻ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റുകൾക്ക് വേണ്ടിയിട്ടും നിലനിർത്തുന്നത് ഏത് നമ്പറിംഗ് സിസ്റ്റം ആണെന്ന് ചോദിക്കാം. അപ്പൊ ഏത് നമ്പറിംഗ് സിസ്റ്റം ആണ്? യൂണിറ്റ് നമ്പറിംഗ് ആൻഡ് ഫയലിംഗ് സിസ്റ്റം കേട്ടോ. അപ്പൊ അത് രണ്ട് വേഗം ഒന്ന് വായിച്ചു നോക്കി, അതിനുശേഷം അടുത്തത് പറഞ്ഞുതരാം. വായിച്ച് ചെയ്യുമ്പോൾ റിപ്ലൈ ചെയ്യണേ. വായിച്ചോ? ഓക്കെ ആണോ? ആരെങ്കിലും ക്ലിയർ ആണോ? ഓക്കെ, ശരി. നെക്സ്റ്റ് സ്ട്രെയിറ്റ് ന്യൂമറിക് ഫയലിംഗ്. സ്ട്രെയിറ്റ് ന്യൂമറിക് ഫയലിംഗ് എന്ന് പറഞ്ഞാല് സ്ട്രെയിറ്റ് ന്യൂമറിക് മീൻസ് ടു ദ filing of records in accurate chronological order as per to medical record number. ഇവിടെ സ്ട്രെയിറ്റ് ന്യൂമറിക് മീൻസ് ദ ഫയലിംഗ് ഓഫ് റെക്കോർഡ്സ്. നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ആ ഒരു എക്സാമ്പിളിന് നമ്പേഴ്സ് തന്നിരിക്കുന്നത് കണ്ടോ താഴെ. 1 2 3 4 1 2 1 2 3 4 1 3 1 2 3 4 1 4 എന്ന് പറഞ്ഞിട്ട് ആ ഒരു എക്സാമ്പിൾ വെച്ച് പഠിക്കണം കേട്ടോ. അപ്പൊ അത് ഇനി വരുന്ന മൂന്നെണ്ണം ഈ എക്സാമ്പിൾ വെച്ചിട്ട് നിങ്ങൾ പഠിച്ചാൽ മതി. ഇപ്പൊ ഈ ഒരു എക്സാമ്പിൾ തന്നിട്ട് ഇത് ഏത് നമ്പർ ഓഫ് ഫയലിംഗ് സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് ഫയലിംഗ് സിസ്റ്റത്തിൽ വരുന്നതാണ് എന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ അത് സ്ട്രെയിറ്റ് ന്യൂമറിക് ഫയലിംഗിലാണ് വരുന്നത്. അപ്പൊ അതിന് എന്താണെന്ന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹിയർ റെക്കോർഡ്സ് കോൺസിക്യൂട്ടീവ്ലി നമ്പർഡ് appear in a sequence on the file shelves in the following four medical record would be filed. അതായത് ഇവിടെ നമ്മൾ സ്ട്രെയിറ്റ് ന്യൂമറിക് മീൻസില് ഫയലിംഗ് സിസ്റ്റത്തില് റെക്കോർഡുകൾ ഒരു ക്രമമായ ഓർഡറിൽ നമ്മൾ മെഡിക്കൽ റെക്കോർഡ് നമ്പറുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു ക്രമമായ, മറ്റതിൽ നമ്മൾ ഡിഫറെന്റ് നമ്പേഴ്സ് കൊടുത്തേ, ഇവിടെ ഒരു ക്രമമായ നമ്പറിലാണ് ആ ഒരു മെഡിക്കൽ റെക്കോർഡ് നമ്പേഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പൊ ഒരു പ്രാവശ്യം ഒരു പേഷ്യന്റ് വന്നു, അവർക്ക് 1 2 3 4 എന്ന് പറയുന്ന ആ ഒരു നമ്പറിന് കൂടെ 1 2 എന്നൊരു നമ്പറാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് വിചാരിച്ചു. അപ്പൊ അവരുടെ മെഡിക്കൽ റെക്കോർഡ് നമ്പർ അതാണെന്ന് വിചാരിക്കാം. ക്രോണോളജിക്കൽ ഓർഡർ ഒരു ക്രമമായിട്ടുള്ള ഒരു ഓർഡർ വളരെ കൃത്യമായിട്ട് ഇപ്പൊ എന്താണ്, ഇപ്പൊ ഫസ്റ്റ് വരുന്നതിന് 1 2 കൊടുക്കുകയാണെങ്കിൽ നെക്സ്റ്റ് വരുന്നതിന് 1 3 കൊടുക്കും. അതങ്ങനെ ഒരു ക്രമമായിട്ടുള്ള ഒരു ടൈം ലൈൻ ആണ്. അതൊരു ക്രമമായ ഓർഡറില് നമ്മൾ എന്ത് ചെയ്യുന്നു, മെഡിക്കൽ റെക്കോർഡ് നമ്പേഴ്സ് ഫയൽ ചെയ്യുന്നതാണ് ഈ ഒരു രീതി. അപ്പൊ അവിടെ നോക്കിയേ, നിങ്ങൾ ആ ഒരു ഇതിൽ നോക്കിയാൽ മതി, ആ ഒരു എക്സാമ്പിൾ നോക്കിയേ. ഇപ്പൊ ഒരു പ്രാവശ്യം ഇന്നൊരു പേഷ്യന്റ് വന്നു,
അവർക്ക് കൊടുത്തിരിക്കുന്ന നമ്പർ മെഡിക്കൽ റെക്കോർഡ് നമ്പർ 123412 എന്നായിരുന്നു എന്ന് വിചാരിക്കും. ഇനി അടുത്ത പ്രാവശ്യം ഈ പേഷ്യന്റ് വരുമ്പോ അപ്പോ അവർക്ക് കൊടുക്കുന്ന മെഡിക്കൽ റെക്കോർഡ് നമ്പർ എത്രയായിരിക്കും? 123413 ആയിരിക്കും. അങ്ങനെ ഒരു ക്രമമായ ഓർഡറിൽ തന്നെ മെഡിക്കൽ റെക്കോർഡുകള് വളരെ ആക്യുറേറ്റ് ആയിട്ട് ഫയൽ ചെയ്യുന്ന ഒരു സംവിധാനമാണ് സ്ട്രേറ്റ് ന്യൂമറിക് ഫയലിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അതിന് ആ ഒരു എക്സാമ്പിൾ നിങ്ങൾ എന്തായാലും ഓർത്തിരിക്കണം കേട്ടോ. അപ്പൊ ആ സ്ട്രേറ്റ് ന്യൂമറിക് ആണെന്നുള്ളത് ആ എക്സാമ്പിൾ ഓർത്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. എക്സാമ്പിൾ വെച്ചിട്ട് ചോദിക്കാറുണ്ട് ഇത് എന്തിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നു, അല്ലെങ്കിൽ ഇത് എന്തിന് എക്സാമ്പിൾ ആണ്, ഏത് നമ്പർ ഫയലിംഗ് സിസ്റ്റത്തിന് എക്സാമ്പിൾ ആണെന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് അതൊന്ന് അണ്ടർലൈൻ ചെയ്തിരുന്നു കേട്ടോ. Then here records consequently numbered appear in sequence. ഇപ്പൊ ഒരു ഷെൽഫ് നോക്കുമ്പോ നമ്മളൊരു ഷെൽഫിൽ എപ്പോഴും തൊട്ടടുത്തുള്ള നമ്പേഴ്സ് വെച്ചല്ലേ അറേഞ്ച് ചെയ്യാം അല്ലേ? തൊട്ടടുത്ത നമ്പേഴ്സ് വെച്ചല്ലേ അറേഞ്ച് ചെയ്യാം. 1 2 3 4 അങ്ങനെയല്ലേ അറേഞ്ച് ചെയ്യാം. അപ്പൊ ഇവിടെ ഒരു പേഷ്യന്റുമായി ബന്ധപ്പെട്ട മെഡിക്കൽ റെക്കോർഡുകളുടെ നമ്പേഴ്സ് നമ്മൾ വളരെ തുടർച്ചയായിട്ടുള്ള നമ്പറുകളാണ് കൊടുത്തിരിക്കുന്നത് അല്ലെ? തുടർച്ചയായിട്ടുള്ള നമ്പറുകളല്ലേ കൊടുത്തിരിക്കുന്നത്, ആണോ? 1 2 1 ലാസ്റ്റ് നമ്പർ മാത്രമേ മാറുള്ളൂ. 1 2 1 3 1 4 അങ്ങനെയല്ലേ കൊടുത്തിരിക്കുന്നേ. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഫയൽ ഷെൽഫില് ഇത് വളരെ കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് തുടർച്ചയായ നമ്പറുകൾ കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഒരു ഫയൽ ഷെൽഫിൽ ഈ 4 മെഡിക്കൽ റെക്കോർഡ്സ് എങ്ങനെ നമുക്ക് വെക്കാൻ പറ്റും, എങ്ങനെ ഫയൽ ചെയ്യാൻ പറ്റും? 1 2 3 4 1 2 ആദ്യം വെക്കുന്നു, അതിനുശേഷം 1 2 3 4 1 3 വെക്കുന്നു, 1 2 3 4 1 4 വെക്കുന്നു, 1 2 3 4 1 5 വെക്കുന്നു. അങ്ങനെ തുടർച്ചയായിട്ട് വെക്കാൻ പറ്റും. അപ്പൊ അതിന്റെ പ്രത്യേകത എന്താ? ഈ നമ്പേഴ്സ് തുടർച്ചയായിട്ടുള്ള നമ്പേഴ്സിൽ ഇരിക്കുന്ന ഒരു പേഷ്യന്റുമായി ബന്ധപ്പെട്ട റെക്കോർഡ് അല്ലേ? ആണോ? ഒരു പേഷ്യന്റുമായി ബന്ധപ്പെട്ട റെക്കോർഡ് അല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പത്തില് ഫയൽ എടുക്കാൻ പറ്റും അല്ലെ? എന്തൊരു ഉദ്ദേശം, എന്തൊരു പർപ്പസിന് വേണ്ടിയിട്ടും എളുപ്പത്തിൽ നമുക്ക് ഫയൽ കണ്ടെത്താനും എടുക്കാൻ പറ്റില്ലേ? പറ്റുമോ? അല്ലെ? അതെ പറ്റും അല്ലെ? ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. പക്ഷെ ഇങ്ങനെയുള്ള നമ്പർ ഫയലിംഗ് സിസ്റ്റം ഉണ്ടായിരുന്നു, നിലവിലുണ്ടായിരുന്നു. പക്ഷെ നമ്മളിപ്പോ യൂസ് ചെയ്യുന്ന ഫയലിംഗ് സിസ്റ്റം ഏതാ? യൂണിറ്റ് നമ്പറിംഗ് ആൻഡ് ഫയലിംഗ് സിസ്റ്റം ആണ്. അതെന്തുകൊണ്ടാണ്? ഒരൊറ്റ റെക്കോർഡിനുള്ളിൽ നിന്ന് തന്നെ നമുക്ക് എല്ലാ ഡേറ്റാസും കിട്ടുന്നത് കൊണ്ടാണ്. അതേസമയം ഇങ്ങനത്തെ മെത്തേഡുകൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇപ്പോ നമ്മൾ ഉപയോഗിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള ഫയലിംഗ് സിസ്റ്റം ഉണ്ട് എന്നാണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. അപ്പൊ അല്ലാതെ മിസ് ഇങ്ങനത്തെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അത് പഠിച്ചത് ഇതും തമ്മിൽ വ്യത്യാസമാവില്ലേ എന്നുള്ളത് കൺഫ്യൂഷൻ വരരുത്. ഇങ്ങനെയുള്ള ഫയലിംഗ് സിസ്റ്റം ഉണ്ടെന്ന് നമ്മൾ പഠിച്ചിരിക്കണമല്ലോ, അറിഞ്ഞിരിക്കണ്ടേ? അതിന് വേണ്ടിയിട്ട് പഠിക്കുന്നതാണ്. അപ്പൊ സ്ട്രേറ്റ് ന്യൂമറിക് ഫയലിംഗ് സിസ്റ്റത്തിൽ വരുന്ന ഓരോന്നും വ്യത്യസ്തമായിട്ടുള്ള ഫയലിംഗ് സംവിധാനങ്ങളാണ്. അപ്പൊ ഇതിലെന്ന് പറഞ്ഞാല് തുടർച്ചയായിട്ട് ഓരോ പേഷ്യൻസിനും നമ്മളൊരു ക്രോണോളജിക്കൽ ഓർഡറിൽ ഒരു കാലക്രമം അനുസരിച്ച് കൃത്യമായിട്ടുള്ള ഒരു ഓർഡറില് നമ്മൾ മെഡിക്കൽ റെക്കോർഡ് നമ്പറുകൾ കൊടുക്കുന്നു. അതിനനുസരിച്ച് തുടർച്ചയായ നമ്പറുകൾ കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഫയൽ ഷെൽഫുകളിൽ നമുക്ക് തുടർച്ചയായിട്ട് തന്നെ അവരുടെ മെഡിക്കൽ റെക്കോർഡുകൾ ആ ക്രമമായ നമ്പറിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റും. ആൻഡ് ഇറ്റ് ഈസി ടു പുൾ എനി നമ്പർ ഓഫ് റെക്കോർഡ്സ് consecutively numbered from the file for any purpose. ആ തുടർച്ചയായ ക്രമത്തിൽ തന്നെ നമ്മളെ നമ്പർ ഇട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഏതൊരു ഫയലും ഏതൊരു ഉദ്ദേശത്തിന് വേണ്ടിയിട്ട് എളുപ്പത്തിൽ എടുക്കാൻ പറ്റും. ക്ലിയർ ആണോ? സ്ട്രേറ്റ് ന്യൂമറിക് ഫയലിംഗ് ക്ലിയർ ആണോ? അതിന്റെ എക്സാമ്പിൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണേ. അതുവഴി ചോദിക്കാറുണ്ട് കേട്ടോ. ഇത് എന്തിന്റെ എക്സാമ്പിൾ ആണെന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് അത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? നെക്സ്റ്റ് പറയാലോ. ഓക്കെ, നെക്സ്റ്റ് ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗും മിഡിൽ ഡിജിറ്റ് ഫയലിംഗും നിങ്ങൾക്ക് എളുപ്പമാണ്. രണ്ടും ഒരുമിച്ച് നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പൊ ആദ്യം ഒന്ന് ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗ് പഠിച്ചു കഴിഞ്ഞാൽ മിഡിൽ ഡിജിറ്റ് ഫയലിംഗ് നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. അപ്പൊ ഇതില് ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗ് എന്ന് പറഞ്ഞാല് ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗ് ഇസ് എ സിമ്പിൾ ആൻഡ് എക്സാക്ട് ഫയലിംഗ് മെത്തേഡ്. വളരെ സിമ്പിൾ ആയിട്ട് വളരെ എക്സാക്ട് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഫയലിംഗ് മെത്തേഡ് ആണ്. യൂഷ്വലി 6 ഡിജിറ്റ് നമ്പേഴ്സ്. നോക്കിയേ, അതിനും നിങ്ങൾ എക്സാമ്പിൾ നോക്കണം കേട്ടോ. മിസ് പറയുന്ന സമയത്ത് നിങ്ങൾ എക്സാമ്പിൾ നോക്കണേ. താഴെ എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് കണ്ടല്ലോ, അത് അണ്ടർലൈൻ ചെയ്ത് വെച്ചോട്ടോ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണേ, അത് ചോദിക്കാറുണ്ട്. ഇവിടെ 6 നമ്പേഴ്സ് ഉണ്ട്. നിങ്ങൾ നോക്കി ആ എക്സാമ്പിളിൽ ഒരെണ്ണം എടുത്ത് നോക്കി. 6 നമ്പേഴ്സ് അല്ലേ അവിടെ? 6 ഡിജിറ്റ് നമ്പേഴ്സ് അല്ലേ നമ്മൾ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നേ? ആണോ? ഉണ്ട്. അപ്പൊ അതില് ആ 6 ഡിജിറ്റിനെയും നമ്മള് 3 ഭാഗങ്ങളായിട്ട് ഒരു ഹൈഫൺ ഉപയോഗിച്ച് വേർതിരിച്ചിട്ടുണ്ട്.
വേർതിരിച്ചിട്ടില്ലേ? രണ്ടെണ്ണം വീതമായിട്ട് ഒരു 3 ഭാഗങ്ങളായിട്ട് ഹൈഫൺ ഉപയോഗിച്ച് അതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഡിവൈഡ് ചെയ്തിട്ടുണ്ടോ? ഉണ്ട് അല്ലെ? അപ്പൊ നോക്കിയേ, 2 നമ്പേഴ്സ് വെച്ചാണ് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അല്ലെ? അങ്ങനെ 3 ഭാഗങ്ങളാണ്. ശരിയല്ലേ? ആണോ? അതിൽ ഓരോ ഭാഗത്തിലും 2 ഡിജിറ്റ് വീതം ഉണ്ട്. ഓരോ ഭാഗത്തും 2 ഡിജിറ്റ് വീതം ഉണ്ട്. ഇത്രയും ക്ലിയർ ആണോ? ഇത്രയും ക്ലിയർ അല്ലേ? ഇനിയാണ് ഇവിടുത്തെ പ്രത്യേകത. ഇതില് പ്രൈമറി ഡിജിറ്റ് ഉണ്ട്, ടെർഷറി ഡിജിറ്റ് ഉണ്ട്, സെക്കൻഡറി ഡിജിറ്റ് ഉണ്ട്. അങ്ങനെ 3 പേരുകളിൽ നമ്മൾ ഈ ഒരു 2 ഡിജിറ്റുകൾ വീതമുള്ളതിനെ വിളിക്കുന്നുണ്ട്. അതില് സാധാരണ നമ്മള് പ്രൈമറി ഡിജിറ്റ് എന്ന് പറയുന്നത് ഏത് നമ്പേഴ്സിനെ ആയിരിക്കും? പ്രൈമറി, സെക്കൻഡറി, ടെർഷറി എന്ന് പറയുമ്പോൾ പ്രൈമറി എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ആണ് നമ്മുടെ മൈൻഡിലേക്ക് എപ്പോഴും വരിക അല്ലെ? അതെ, ഫസ്റ്റ് ആണ്. അപ്പോ ഇവിടെ പക്ഷേ അതല്ല. ഇവിടെ ആ ഒരു നമ്പറിംഗ് സിസ്റ്റത്തിൽ വ്യത്യാസമുണ്ട്. അപ്പൊ അതിന് താഴെയായിട്ട് നിങ്ങൾ എഴുതി വെക്കേണ്ട കാര്യം നോക്കിയേ, പ്രൈമറി ഡിജിറ്റ് എന്ന് പറയുന്നത് ലാസ്റ്റ് 2 ഡിജിറ്റിനെയാണ് പ്രൈമറി ഡിജിറ്റ് എന്ന് ഇതിൽ പറയുന്നത്. മനസ്സിലാവുന്നോ? ഈ ഫൈലിംഗ് സിസ്റ്റത്തില് ലാസ്റ്റ് 2 ഡിജിറ്റിലെ ഏതാ ലാസ്റ്റ് 2 ഡിജിറ്റ് വരുന്നത്? എല്ലാ നമ്പറിലും ഏതാ ലാസ്റ്റ് ഡിജിറ്റ് ഏതാ വരുന്നത്? 56 അല്ലെ? 56. ആ 56 ആണ് പ്രൈമറി ഡിജിറ്റ് എന്നറിയപ്പെടുന്നത്. ഇനി സെക്കൻഡറി ഡിജിറ്റ് എന്ന് പറയുമ്പോൾ ഏതായിരിക്കും? സെക്കൻഡറി ഡിജിറ്റ് ഏതായിരിക്കും? നമ്മൾ സാധാരണ പറയാൻ ഏതാ? മിഡിലുള്ളത് അല്ലെ? നടുക്കുള്ള രണ്ടാമത് വരുന്ന നമ്പർ സെറ്റിന് ഇവിടെ സെക്കൻഡറി നമ്പറിൽ മാറ്റം വരുന്നില്ല. ഏത് തന്നെയാണ്? രണ്ടാമത്തെ 2 നമ്പേഴ്സ് ഏതാ? 34 കേട്ടോ, അതാണ് സെക്കൻഡറി. ഇനി ടെർഷറി ഡിജിറ്റ് എന്ന് പറയുമ്പോൾ ഏതായിരിക്കും? ഇനി ബാക്കി ഏത് 2 നമ്പേഴ്സേ ഉള്ളൂ? ഫസ്റ്റ് 2 നമ്പേഴ്സ് അല്ലെ? അതാണ് ടെർഷറി നമ്പേഴ്സ് എന്ന് പറയുന്നത്. അതിലെ മാറ്റങ്ങൾ നിങ്ങൾ കണ്ടേണം. ഫസ്റ്റത്തേലാണെങ്കിൽ 12 ആണ്, സെക്കൻഡ് 1 13 ആണ്, 14 15 അങ്ങനെ മാറുന്നുണ്ട് അല്ലെ? അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ആ എക്സാമ്പിളിന് താഴെയായിട്ട് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി എഴുതി വെക്കും. ഇത് ഇവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ സെന്റൻസ് വൈസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമുക്കത് വായിച്ച് മനസ്സിലാക്കി എടുക്കുമ്പോൾ പെട്ടെന്ന് ഇപ്പോൾ ഒരു എക്സാമിന് മുമ്പായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് നോക്കണമെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ആ ഒരു എക്സാമ്പിളിന് താഴെ ഏതെങ്കിലും ഒരെണ്ണത്തിന് താഴെ എഴുതി വെക്കാം. ടെർഷറി, ആദ്യം ടെർഷറി എഴുതാം, അതിനുശേഷം ഒരു ഹൈഫൻ ഇട്ടിട്ട് സെക്കൻഡറി എഴുതാം. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ടെർഷറി, അതിനുശേഷം ഒരു ഹൈഫൻ ഇട്ടിട്ട് സെക്കൻഡറി, അതിനുശേഷം ഒരു ഹൈഫൻ ഇട്ടിട്ട് എന്ത് എഴുതണ്ടേ? ലാസ്റ്റ് 2 ഡിജിറ്റിന് നമ്മൾ ഏതാ പേരാ വിളിച്ചേ? ഏത് പേരാ വിളിച്ചേ? പ്രൈമറി. പ്രൈമറി അല്ലെ? അപ്പൊ ടെർഷറി, സെക്കൻഡറി, പ്രൈമറി അങ്ങനെ ഒന്ന് എഴുതി വെച്ചേ. അതെ, എക്സാമിനൊക്കെ വരുമ്പോൾ എളുപ്പമായിരിക്കും കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ ഇത് കൂടുതൽ വായിച്ചു വേണം അത് മനസ്സിലാക്കി എടുക്കാനായിട്ട്. അതേസമയം ഇങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അത് ക്യാച്ച് ചെയ്യാൻ പറ്റും. ടെർഷറി, സെക്കൻഡറി, പ്രൈമറി എഴുതിയോ? ഓ ശരി, ഇനി നമുക്ക് വായിക്കാം. നോക്കിയേ, യൂഷ്വലി a 6-digit number is used and divided with a hyphen into 3 parts. നമ്മൾ പറഞ്ഞ പോലെ തന്നെ 6 ഡിജിറ്റ് നമ്പർ യൂസ് ചെയ്യുന്നുണ്ട്. അതിനെ ഹൈഫൺ ഉപയോഗിച്ച് 3 ഭാഗങ്ങളായിട്ട് തിരിക്കുന്നു. ഈച്ച് പാർട്ട് ജനറലി കണ്ടെയ്നിങ് 2 ഡിജിറ്റ്. അതിൽ ഓരോ ഭാഗത്തിലും 2 ഡിജിറ്റ് വീതം ഉണ്ടായിരിക്കും. ഉണ്ടല്ലോ? Then the primary digit are the last 2 digits on the right hand side of the number. നമ്പറിന്റെ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ലാസ്റ്റ് 2 നമ്പേഴ്സിനെയാണ് പ്രൈമറി ഡിജിറ്റ് എന്ന് വിളിക്കുന്നത്. The secondary digit are the middle digit. സെക്കൻഡറി ഡിജിറ്റ് ഏതാണ്? മിഡിലുള്ള 2 നമ്പേഴ്സിനെയാണ് നമ്മൾ സെക്കൻഡറി ഡിജിറ്റ് എന്ന് വിളിക്കുന്നത്. And the tertiary digit are the first 2 എന്നാണ് കേട്ടോ. ഫസ്റ്റ് 2 on the left side of the number. നമ്പറിന്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് നോക്കുമ്പോഴുള്ള ആദ്യത്തെ 2 നമ്പേഴ്സിനെയാണ് നമ്മൾ ടെർഷറി ഡിജിറ്റ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണോ അത്? ഓക്കെ അല്ലേ? അത് തന്നെ നമ്മൾ താഴെ എഴുതി വെച്ചത് ടെർഷറി, സെക്കൻഡറി, പ്രൈമറി എഴുതി വെച്ചു അല്ലെ? Then in the file the secondary ഉണ്ട് കേട്ടോ അവിടെ. In the filing systemത്തില് the secondary and tertiary digit alter with every record. ഓരോ റെക്കോർഡിന്റെ ഭാഗമായിട്ട് അവരുടെ സെക്കൻഡറി ആൻഡ് ടെർഷറി ഡിജിറ്റുകളിലാണ് മാറ്റം വരുന്നത്.
ഇവിടെ നിങ്ങൾ ആ ഒരു എക്സാമ്പിൾ നോക്കിയാൽ മനസ്സിലാവും. പ്രൈമറി ഡിജിറ്റ് എപ്പോഴും അതുപോലെ തന്നെയാണ് നിൽക്കുന്നത് അല്ലെ? 4 എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നതിലും പ്രൈമറി ഡിജിറ്റ് എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ? പ്രൈമറി ഡിജിറ്റിൽ യാതൊരു മാറ്റവും വരില്ല. സെക്കൻഡറി ആൻഡ് ടെർഷറി നമ്പേഴ്സിലാണ് മാറ്റം വരുന്നത്. പക്ഷെ അവിടെ നിങ്ങൾക്കൊരു ഡൗട്ട് വരാവുന്നത്, മിസ്സേ ഇവിടെ ടെർഷറി ഡിജിറ്റിൽ മാറ്റം വരുന്നില്ലേ? ടെർഷറി ഡിജിറ്റിൽ മാറ്റം വരുന്നില്ലേ? ഫസ്റ്റ് 2 നമ്പേഴ്സിൽ മാറ്റം വരുന്നില്ലേ? 12 ആണ്, 13 ആണ്, 14 ആണ്, 15 ആണ്. രണ്ടാമത്തെ 34ൽ മാറ്റം നിങ്ങൾ ഇവിടെ കാണുന്നുണ്ടോ? ഇല്ല. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് സാധാരണ നമ്മുടെ നമ്പറിംഗ് സിസ്റ്റത്തില് നമ്പേഴ്സ് വരുന്നത് 00 മുതൽ 99 വരെയാണ്. മനസ്സിലാവുന്നുണ്ടോ? 00 മുതൽ 99 വരെയാണ് നമ്മൾ നമ്പറിംഗ് സിസ്റ്റം എടുക്കുക. അപ്പൊ ഇവിടെ 12 വന്നിരിക്കുന്നു. 34 എന്ന നമ്പറിന്റെ 99 വരെ ഇത് പോകും. മനസ്സിലായോ? 34 എന്ന നമ്പർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ സെക്കൻഡറി നമ്പറിൽ 34 വന്നു എന്ന് വിചാരിക്കാം. 34 വരുമ്പോ ടെർമിനൽ ഡിജിറ്റ് അല്ലെങ്കിൽ ടെർഷറി നമ്പറിൽ 00 ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ആ 34 എന്ന് പറയുന്ന സെക്കൻഡറി നമ്പർ ഇരിക്കുമ്പോൾ അവിടെ 00 മുതൽ 99 വരെയും ടെർഷറി നമ്പേഴ്സ് കംപ്ലീറ്റ് ആവുമ്പോഴാണ് അത് പൂർത്തിയാവുക. ഇനി അടുത്ത 00 വരുമ്പോ സെക്കൻഡറി നമ്പർ എത്രയാവും? 34 എന്നത് എത്രയാവും? ഒന്ന് ആലോചിച്ച് നോക്കിയേ. 35 ആവും. വെരി ഗുഡ്, 35 ആവും. അതാണ് നിങ്ങൾക്ക് ഇവിടെ വ്യത്യാസം മനസ്സിലാവാത്തത് കേട്ടോ. അപ്പൊ ഫുൾ എക്സാമ്പിൾ കൊടുക്കാന്ന് പറയുന്നത് നമുക്ക് അത്ര ബുദ്ധിമുട്ടല്ലേ? അത്രയും 99 വരെ വരിക. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് കൊടുക്കാത്തത്. അപ്പൊ മനസ്സിലാക്കി വെക്കുക, 34 എന്ന് പറയുന്ന നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത്, അതിന്റെ ടെർഷറി നമ്പേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 00 മുതൽ 99 വരെയാണ്. അതിനുശേഷം അടുത്ത 00ലേക്ക് കടക്കുമ്പോൾ ആ സെക്കൻഡറി നമ്പർ 34ൽ നിന്ന് 35 ആയി മാറും. അവിടെ നിന്നും 00 മുതൽ 99 വരെ ടെർഷറി നമ്പേഴ്സ് പോവും. അതിനുശേഷം 36 ആവുമ്പോഴും ഇതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യും. ക്ലിയർ ആയോ? അത് മനസ്സിലായോ? ആ ഡൗട്ട് ക്ലിയർ ആയോ? ഓക്കെ. അപ്പൊ ഇവിടെ 2 നമ്പേഴ്സിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. ഏതിലാണ്? സെക്കൻഡറി നമ്പറും ഉണ്ട്, 00 മുതൽ 99 വരെ ഉണ്ട് കേട്ടോ. സെക്കൻഡറി നമ്പറിനുള്ളിൽ വരുന്ന ടെർഷറി നമ്പേഴ്സും ഇതായിരിക്കും. ഓക്കെ. ആ ഒരു 00 99 വരെയാണ് നമ്മൾ ആ ഒരു നമ്പറിംഗ് സിസ്റ്റത്തിൽ നമ്പേഴ്സ് യൂസ് ചെയ്യുക. ക്ലിയർ ആയോ? അത് മനസ്സിലായോ? ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ ഇവിടെ ഒരു പേഷ്യന്റ് വന്നു. ആ പേഷ്യന്റിന് ഓരോ പ്രാവശ്യവും നമ്മൾ ഇതുപോലെ നമ്പേഴ്സ് കൊടുക്കുമ്പോ അവിടെ എന്ത് നമ്പേഴ്സ് മാത്രമായിരിക്കും വ്യത്യസ്തമാവുക? എന്ത് നമ്പേഴ്സ് ആയിരിക്കും? സെക്കൻഡറി ആൻഡ് ടെർഷറി നമ്പേഴ്സ് അല്ലെങ്കിൽ ഡിജിറ്റിൽ മാത്രമേ വ്യത്യാസങ്ങൾ വരുള്ളൂ. പ്രൈമറി നമ്പർ അതുപോലെ തന്നെ നിലനിൽക്കും. മനസ്സിലായോ? ഇത് ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗ് മനസ്സിലായോ? ആ എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞു തരുന്നില്ലേ? ടെർഷറി, സെക്കൻഡറി, പ്രൈമറി അങ്ങനെയും ചോദിക്കാറുണ്ട് കേട്ടോ. ഈ എക്സാമ്പിൾ മാത്രം നിങ്ങൾ നോക്കണ്ട. ടെർഷറി ഒരു ഹൈഫൻ ഇട്ടിട്ട്, സെക്കൻഡറി ഒരു ഹൈഫൻ ഇട്ടിട്ട്, പ്രൈമറി എന്ന് ചോദിക്കാം. ഇത് ഏത് ടൈപ്പ് ഓഫ് ഫയലിംഗ് സിസ്റ്റത്തിന്റെ എക്സാമ്പിൾ ആണെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ലേ? പറ്റുമോ? ഇപ്പൊ ഇനി ആൻസർ ചെയ്യാൻ പറ്റില്ലേ? ഓക്കെ. അത് മാത്രം അത്ര ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. പ്രധാനമായിട്ടും ഇതിൽ പഠിക്കാനുള്ളത് ടെർഷറി ഡിജിറ്റ് ഏതിൽ വരുന്നു, പ്രൈമറി ഡിജിറ്റ് എവിടെയാണ് വരുന്നത്, സെക്കൻഡറി ഡിജിറ്റ് എവിടെയാണ് വരുന്നത്, അത് മനസ്സിലാക്കി വെക്കുക. ആ എക്സാമ്പിൾ മനസ്സിലാക്കിയാൽ ഇതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഓക്കെ ആണോ? ടെർഷറി ഡിജിറ്റ് ഫയലിംഗ് നെക്സ്റ്റ് പറയട്ടെ സർ. മിഡിൽ ഡിജിറ്റ് ഫയലിംഗിൽ ഇതും വളരെ എളുപ്പമാണ്. ഇപ്പൊ നിങ്ങൾക്ക് ടെർഷറി മനസ്സിലായ സ്ഥിതിക്ക് മിഡിൽ ഡിജിറ്റ് ഫയലിംഗ് വളരെ എളുപ്പമാണ്. ഇറ്റ് ഈസ് എ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗ്. നമുക്ക് ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗ് പകരമായിട്ട് നമുക്ക് ഈ ഒരു മിഡിൽ ഡിജിറ്റ് ഫയലിംഗ് യൂസ് ചെയ്യാൻ പറ്റും. Here the primary digit, secondary and tertiary digit are different position. ഇവിടെ നമ്മുടെ ടെർഷറി ഡിജിറ്റ് ഫയലിംഗിൽ പറഞ്ഞിരിക്കുന്ന പൊസിഷനുകളിലല്ല പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷറി ഡിജിറ്റുകൾസ് ആണ് വരുന്നത്. ഇവിടെ ആ സ്ഥാനത്തിന് വ്യത്യാസമുണ്ട്. താഴെ എക്സാമ്പിൾ നോക്കി. 46, 68, 96. അങ്ങനെ ആ ഒരു എക്സാമ്പിൾ ഒക്കെ ഒന്ന് വേഗം നോക്കി. ഇവിടെ ഏത് നമ്പർ ആണ് ചേഞ്ച് ആവാതിരിക്കുന്നത്? ഏത് നമ്പറാ ചേഞ്ച് ആവാതിരിക്കുന്നത്?
എത്രാമത്തെ ഡിജിറ്റ് ആണ്? ഏതാണ്? മിഡിലിലെ അല്ലെ? മിഡിൽ ഡിജിറ്റ് അല്ലേ? ആണോ? അപ്പൊ ഇത് ഏത് നമ്പർ ആയിരിക്കും, അല്ലെങ്കിൽ ഏത് ഡിജിറ്റ് ആയിരിക്കും? മറ്റേതില് നമ്മള് ചേഞ്ച് ആവാത്തതിനെ എന്തെന്നാ വിളിച്ചേ? ഏത് ഡിജിറ്റ് എന്നാ വിളിച്ചേ? പ്രൈമറി. വെരി ഗുഡ്, പ്രൈമറി അല്ലെ? അപ്പൊ ഇവിടെ മിഡിലുള്ള 2 ഡിജിറ്റ് ഏതായിരിക്കും? ഏതായിരിക്കും? ചേഞ്ച് ആവുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഏതാ നമ്പേഴ്സാ? പ്രൈമറി ഡിജിറ്റ് ആണ് അല്ലെ? ഇനി മറ്റു 2 നമ്പേഴ്സും ആണപ്പോ പ്രൈമറി ഡിജിറ്റ് ഇപ്പൊ നമുക്ക് കിട്ടി, മിഡിലുള്ളതാണ്. അതില് സെക്കൻഡറി നമ്പറും ടെർഷറി നമ്പറും ആണ് ഇനി കണ്ടുപിടിക്കാനുള്ളത് അല്ലെ? തൊട്ടടുത്ത 2 നമ്പേഴ്സിൽ ഏതെങ്കിലും സെക്കൻഡറിയോ ടെർഷറിയോ. ഈ മിഡിൽ ഡിജിറ്റ് ഫയലിംഗില് സെക്കൻഡറി ഡിജിറ്റ് ഏതാണ്, ടെർഷറി ഡിജിറ്റ് ഏതാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇനി ഇതില് നിങ്ങളൊന്ന് പറഞ്ഞു, ഏതായിരിക്കും സെക്കൻഡറി ഡിജിറ്റ് വരിക? ആ എക്സാമ്പിൾ നോക്കിയിട്ട് മിസ് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ കൂടി വെച്ചിട്ടൊന്ന് പറഞ്ഞു. ഏതായിരിക്കും, ഏത് 2 നമ്പേഴ്സ് ആയിരിക്കും സെക്കൻഡറി വരിക? ഏത് 2 നമ്പേഴ്സ് ആയിരിക്കും? നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ക്ലിയർ ആവും. ഫസ്റ്റ് 2 നമ്പേഴ്സ് ആണോ, ലാസ്റ്റ് ഉള്ള 2 നമ്പേഴ്സ് ആണോ? അത് മാത്രം മിസ്സിന് പറഞ്ഞാൽ മതി. ഫസ്റ്റ് 2 ആണോ ലാസ്റ്റ് 2 ആണോ? അത് മാത്രം പറഞ്ഞാൽ മതി. ഫസ്റ്റ് 2 നമ്പേഴ്സ് അല്ലെ? വെരി ഗുഡ്. ഫസ്റ്റ് 2 നമ്പേഴ്സ് ആണ് സെക്കൻഡറി ഡിജിറ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ ടെർമിനൽ ഡിജിറ്റ് അല്ലെങ്കിൽ ടെർമിനൽ ഡിജിറ്റ് കിട്ടിയല്ലോ, ടെർഷറി ഡിജിറ്റ് കിട്ടിയല്ലോ അല്ലെ? ലാസ്റ്റ് 2 നമ്പേഴ്സ് ആണല്ലോ. ക്ലിയർ ആയോ? അപ്പൊ അതിന്റെ ആ എക്സാമ്പിൾ നോക്കിയേ, നിങ്ങൾക്ക് മനസ്സിലാവും. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ 68 ഒരു മാറ്റവും വരുന്നില്ല. അത് പ്രൈമറി ഡിജിറ്റ് ആയിട്ട് അങ്ങനെ തന്നെ നിൽക്കുകയാണ്. സെക്കൻഡറി ആൻഡ് ടെർഷറി ഡിജിറ്റുകളിലാണ് മാറ്റം വരുന്നത്. ഇവിടെ ഇത്ര മാത്രം വ്യത്യാസമുള്ളൂ കേട്ടോ. മിഡിൽ ഡിജിറ്റ് ഫയലിംഗ്, ടെർഷറി ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗ് തമ്മിലുള്ള വ്യത്യാസം ആകെ ഇത് മാത്രമുള്ളേ. എന്താണ്? ഇവിടെ ആ ഡിജിറ്റ് ഫയലിംഗ് നമ്പേഴ്സിൽ ആ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ ആ ഒരു ഡിജിറ്റുകളുടെ പൊസിഷനുകൾ മാറുന്നുണ്ട് ഇല്ലേ? പ്രൈമറി ഡിജിറ്റ് വരുന്നത് മിഡിലാണ്, സെക്കൻഡറി. അപ്പൊ ഇവിടെ നിങ്ങൾ ആ ഒരു എക്സാമ്പിൾ തീയതിയിൽ എഴുതി വെക്കണം കേട്ടോ. ഫസ്റ്റ് ഏത് ഡിജിറ്റാ വരുന്നേ? ഫസ്റ്റ് 2 എന്താ നമ്മൾ വിളിക്കുക? സെക്കൻഡറി അല്ലെ? അപ്പൊ സെക്കൻഡറി ഒരു ഹൈഫൺ ഇട്ടിട്ട് പ്രൈമറി, ഒരു ഹൈഫൺ ഇട്ടിട്ട് ടെർഷറി ഡിജിറ്റ്. ഒന്ന് എഴുതി വെച്ചേ അവിടെ താഴെ. എളുപ്പത്തിന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ എഴുതുന്നത്. അല്ലാതെ ഫുള്ള് നിങ്ങൾ ഇത് വായിച്ചു ചെയ്യുമ്പോ വായിച്ച സമയമൊന്നും കളയണ്ടല്ലോ. ഇപ്പൊ ഓൾറെഡി മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ എളുപ്പമല്ലേ? സെക്കൻഡറി ഹൈഫൺ പ്രൈമറി ഹൈഫൺ ടെർഷറി ഡിജിറ്റ് എഴുതി വെക്കാം കേട്ടോ. എഴുതിയോ? ഓക്കെ. അപ്പൊ അങ്ങനെയും ചോദിക്കാമേ. ഇത് തന്നിട്ട് ഇതിൽ ഏത് എക്സാമ്പിൾ, ഇത് ഏത് ഫയലിംഗ് സിസ്റ്റത്തിന്റെ എക്സാമ്പിൾ ആണെന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ നോക്കിയേ, 46 എന്ന് പറയുന്ന നമ്പേഴ്സ് എവിടെ വരെയാണ് 46 ഉള്ളത്? ടെർഷറി നമ്പേഴ്സിൽ എവിടെ വരെയാ 46 ഉള്ളത്? അല്ലെങ്കിൽ ലാസ്റ്റ് 2 നമ്പേഴ്സ് എവിടെ വരെ വരുന്നുണ്ട്? 99 വരെ വരുന്നുണ്ട് അല്ലെ? അവിടെ വരെയും 46 എന്ന് തന്നെയാണ് നമ്പേഴ്സ് വരുന്നത്. പിന്നെ 00 മുതൽ 99 വരെയാന്ന് നമ്മൾ പഠിച്ചില്ലേ? ഇനി 47 ആകുമ്പോ 00 ആയി അല്ലെ? 00 വന്നപ്പോ 47 ആയി. ഇനി അത് 01, 02, 03 അങ്ങനെ പോയി 99 കഴിഞ്ഞ് അടുത്ത 00 ആവുമ്പോ അത് 48 ആണ്. ക്ലിയർ അല്ലേ? ഇത് ആ ഡിഫറൻസ് രണ്ടും തമ്മിലുള്ളത് മനസ്സിലാക്കി പഠിച്ചാൽ മതി കേട്ടോ. ഒരുപാട് ഡീറ്റെയിൽ ഒന്നും പഠിക്കണ്ട. അതിന് എക്സാമ്പിൾ പഠിക്കുക, രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് പഠിക്കുക. അതിന്റെ ഓരോന്നിന്റെയും പ്രൈമറി ഡിജിറ്റ്, സെക്കൻഡറി ഡിജിറ്റ്, ടെർഷറി ഡിജിറ്റിന്റെ പൊസിഷനുകളും പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ. അപ്പൊ നോക്കി ജസ്റ്റ് ഒന്ന് വായിച്ചു പോവാം. Here the primary, secondary and tertiary digits are in different position. Middle part of the digit are the primary digit. Like 68, middle part ulla digit aanu primary digit. The digit on the left are the second, first 2 numbers are left side ulla digitകളാണ് secondary digit. Digit on the right ലാണ് ട്ടോ അവിടെ. Right ആണ് tertiary digit. Digit on the right side ഉള്ളതാണ് tertiary digit എന്ന് പറയുന്നത്. Okay അല്ലേ ഇത്? അപ്പോൾ straight numeric filing ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗോ മിഡിൽ ഡിജിറ്റ് ഫയലിംഗും വേഗം ഒന്ന് വായിച്ചു നോക്കി, എന്നിട്ടൊന്ന് റിപ്ലൈ ചെയ്യണേ.
സ്ട്രേറ്റ് ന്യൂമറിക് ഫയൽ ഇത്ര മാത്രമേ ഉള്ളൂ. സ്ട്രേറ്റ് ന്യൂമറിക് ഫയൽ നമ്മൾ എന്താ പറഞ്ഞത്, ഒരു തുടർച്ചയായിട്ടുള്ള നമ്പറുള്ള മെഡിക്കൽ റെക്കോർഡുകൾക്ക് തുടർച്ചയായിട്ടുള്ള നമ്പേഴ്സാ കൊടുക്കുന്നത്. അപ്പൊ അതിനാല് എക്സാമ്പിൾ നോക്കിയാൽ മനസ്സിലാവും. തുടർച്ചയായിട്ടുള്ള നമ്പേഴ്സ് നോക്കിയേ, 1 2 3 4 1 2 1 2 3 4 1 3 1 2 3 4 1 4 അങ്ങനെ തുടർച്ചയായിട്ടുള്ള നമ്പേഴ്സ് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഫയൽ ഷെൽഫുകളിലും ഇത് തുടർച്ചയായിട്ടുള്ള നമ്പേഴ്സ് ആയതുകൊണ്ടും തുടർച്ചയായിട്ട് നമുക്കത് അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റും. ആവശ്യമാണെങ്കിൽ എളുപ്പത്തിൽ അത് എന്ത് ചെയ്യാൻ പറ്റും, ഏതൊരു പർപ്പസിന് വേണ്ടിയിട്ടും എളുപ്പത്തിൽ അത് നമുക്ക് എടുത്തുപയോഗിക്കാനും സാധിക്കും. അതാണ് സ്ട്രേറ്റ് ന്യൂമറിക് ഫയലിംഗ് എന്ന് പറയുന്നത്. ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗില് ഇവിടെ ആ ഒരു നമ്പേഴ്സ് 6 ഡിജിറ്റ് ഉള്ള നമ്പേഴ്സിനെ ഹൈഫൺ ഉപയോഗിച്ച് 3 ഭാഗങ്ങളായിട്ട് തിരിക്കുന്നു. 2 ഡിജിറ്റ് വീതമുള്ള ഓരോ ഭാഗത്തും 2 ഡിജിറ്റ് വീതം ഉണ്ടാകും. അതില് ഇപ്പോൾ ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗിലാണെങ്കിൽ ഫസ്റ്റ് 2 നമ്പേഴ്സിനെ നമ്മുടെ ടെർഷറി ഡിജിറ്റ് എന്ന് പറയുന്നു, മിഡിലുള്ളതിനെ സെക്കൻഡറി എന്ന് പറയുന്നു, ലാസ്റ്റ് 2 ഡിജിറ്റിന് നമ്മൾ പ്രൈമറി ഡിജിറ്റ് എന്ന് പറയുന്നു. ഇതിൽ പ്രൈമറി ഡിജിറ്റൽ മാറ്റങ്ങൾ വരുന്നില്ല. എന്താണ് നമ്മുടെ നമ്പറിംഗ് സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ഫയലിംഗ് സിസ്റ്റത്തില് സെക്കൻഡറി ആൻഡ് ടെർഷറി ഡിജിറ്റുകൾക്കാണ് ചേഞ്ചസ് ഉണ്ടാവുക. ഇനി മിഡിൽ ഡിജിറ്റ് ഫയലിംഗിലാവുമ്പോൾ ഇവിടെ ഈ ഒരു നമ്മൾ ടെർഷറിയിൽ പറഞ്ഞ പോലെയല്ല, പ്രൈമറി സെക്കൻഡറി ആൻഡ് ടെർഷറി ഡിജിറ്റുകളുടെ പൊസിഷനിൽ മാറ്റം വരുന്നുണ്ട്. അപ്പൊ അതില് എന്താ വ്യത്യാസം, ആദ്യത്തെ 2 ഡിജിറ്റുകൾ സെക്കൻഡറിയും നടുക്കത്തെ 2 പ്രൈമറിയും ലാസ്റ്റത്തെ 2 ടെർഷറി ഡിജിറ്റുമായിട്ട് മാറുന്നുണ്ട്. ഇവിടെയും പ്രൈമറി നമ്പറിന് മാറ്റമൊന്നും ഉണ്ടാവില്ല, സെക്കൻഡറി ആൻഡ് ടെർഷറി നമ്പേഴ്സ് ആയിരിക്കും ചേഞ്ച് ആവുക. ഓക്കെ, വായിച്ചു കഴിഞ്ഞോ? ഓക്കെ ആണോ? ക്ലിയർ അല്ലേ? ശരി, അപ്പൊ നമ്മള് ലാസ്റ്റ് ഭാഗത്തേക്ക് പോവാണ് കേട്ടോ. ഈ ഒരു ചാപ്റ്ററിൽ ലാസ്റ്റ് ഭാഗമാണ് ഫോർമാറ്റ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ്. മെഡിക്കൽ റെക്കോർഡുകളുടെ ഫോർമാറ്റ്, ഏതൊക്കെ ടൈപ്സ് ഓഫ് ഫോർമാറ്റിൽ അല്ലെങ്കിൽ ഏതൊക്കെ ഘടനയില് രീതികളുടെ മെഡിക്കൽ റെക്കോർഡുകൾ നമുക്ക് അറേഞ്ച് ചെയ്യാം. ടൈപ്സ് ഓഫ് ഫോർമാറ്റുകൾ 3 ടൈപ്പ് നമുക്ക് പഠിക്കാനുണ്ട്. സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്, പ്രോബ്ലം ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്, ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ്. അപ്പൊ അതിന്റെ ആ ഒരു എന്താണ് എക്സ്പാൻഡഡ് ഫോമും ഷോർട്ട് ഫോംസും നിർബന്ധമായിട്ട് പഠിക്കണം കേട്ടോ. ഈ SOMR POMR സാധാരണ നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലാണെങ്കിലും അല്ലാതെയും SOMR POMR എന്നാണ് കാണാറ്. സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും കൊടുക്കാറില്ല കേട്ടോ. SOMR അല്ലെങ്കിൽ POMR എന്നാണ് കാണുക. പാട്ട് കൂടി നിങ്ങൾ കുറച്ചുകൂടി പരിചിതമായിരിക്കണം. അപ്പൊ SOMR എന്ന് പറഞ്ഞാൽ സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡാണ്. POMR എന്ന് പറഞ്ഞാൽ പ്രോബ്ലം ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡാണ്. അതുപോലെ തന്നെ ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡും ഉണ്ട്. ഈ 3 എണ്ണത്തിന്റെ ഈ ടൈപ്സ് ഓഫ് ഫോർമാറ്റ് മനസ്സിലാക്കുക. ഇനി അത് ഓരോന്നും നമ്മൾ പഠിക്കാൻ പോവാം. അപ്പൊ ഈ ഭാഗത്ത് നിന്ന് ഏതൊക്കെ ടൈപ്സ് ഓഫ് മെഡിക്കൽ റെക്കോർഡ് ഫോർമാറ്റ് ഏതൊക്കെ ടൈപ്പ് ഉണ്ടെന്ന് ചോദിക്കാം. അപ്പൊ ആ 3 എണ്ണം വരുന്നുണ്ടെന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ SOMRന്റെയും POMRന്റെയും എക്സ്പാൻഡ് ഫോം പഠിച്ചു വെക്കണം. ആ 2 ക്വസ്റ്റ്യൻസ് ആ ഭാഗത്ത് നിന്ന് ചോദിക്കാറുള്ളതാണ് കേട്ടോ. ഇനി അടുത്തത് നമ്മൾ ആ SOMRനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. SOMR എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു എന്നാ പറഞ്ഞേ, സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ് അല്ലെ. സോഴ്സ് അപ്പൊ പേരിൽ തന്നെ കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി. സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ് എന്ന് പറഞ്ഞാല് ഇവിടെ ഇത്ര മാത്രമുള്ള ഫസ്റ്റ് പോയിന്റ് തന്നെ നിങ്ങൾക്ക് കിട്ടും. മെഡിക്കൽ റെക്കോർഡ് ഈസ് അറേഞ്ച്ഡ് ഇൻ സെക്ഷൻസ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ പേഷ്യന്റ് കെയർ ഡിപ്പാർട്ട്മെന്റ് വിച്ച് പ്രൊവൈഡ് ദ കെയർ ആൻഡ് ദ ഡേറ്റ. അതായത് ഇവിടെ ഒരു പേഷ്യന്റ് വന്നു, ഒരു ഹോസ്പിറ്റലിലേക്ക് ഒരു പേഷ്യന്റ് വന്നു. അവർക്ക് ആവശ്യമായ പരിചരണങ്ങൾ പല ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും അവർക്ക് കിട്ടുന്നുണ്ട്. ശരിയല്ലേ? ഒരൊറ്റ ഡിപ്പാർട്ട്മെന്റ് മാത്രമല്ലല്ലോ അവരുടെ ട്രീറ്റ്മെന്റിലും കാര്യങ്ങളിലും ഉൾപ്പെടുന്നത്. ആണോ? ഒരു ഡിപ്പാർട്ട്മെന്റ് മാത്രമേ ഉൾപ്പെടുന്നുള്ളൂ? അല്ല, പല പല ഡിപ്പാർട്ട്മെന്റുകൾ ഉൾപ്പെട്ടിട്ടാണ് അവർക്ക് ഒരു നല്ല ട്രീറ്റ്മെന്റും കെയറും ഒക്കെ കൊടുക്കുന്നത് അല്ലെ. അപ്പൊ അവരിൽ നിന്ന് കിട്ടുന്ന ഡേറ്റാസ് ആ പേഷ്യൻസിന് പരിചരണം കൊടുക്കുന്ന ഡിപ്പാർട്ട്മെന്റിനെ സെക്ഷനുകൾക്കനുസരിച്ചായിട്ട് നമ്മള് അക്കോർഡ് ചെയ്ത് വെക്കുന്നതിനെയാണ് അല്ലെങ്കിൽ ആ സെക്ഷനുകളായിട്ട് ക്രമീകരിക്കുന്നതിനെയാണ് എന്ത് സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ് എന്ന് പറയുന്നത്. ആ ഒരു ഡേറ്റ കിട്ടുന്ന സ്രോതസ് എവിടെയാണ് അതിനനുസരിച്ച് മനസ്സിലാവുന്നുണ്ടോ? അതായത് ഇവിടെ നമുക്കൊരു ഹോസ്പിറ്റലിൽ ഒരു പേഷ്യന്റ് വന്നു. ആ പേഷ്യൻസിന് നമ്മൾ ഒരുപാട് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധമുണ്ടാവും അല്ലെ. ഇപ്പോ ലബോറട്ടറി റിപ്പോർട്ടുകൾ എടുക്കണമെങ്കിൽ ലബോറട്ടറി എന്ന് പറയുന്ന ആ ഒരു ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് ഒരു സെക്ഷൻ തിരിക്കുന്നു. ആ ലബോറട്ടറിയിൽ നിന്ന് ചെയ്യുന്ന ഏതൊരു റിപ്പോർട്ടുകളും
കാര്യങ്ങളും ആ സെക്ഷനുള്ളിൽ മാത്രമായിരിക്കും വെക്കുക. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ എക്സ്റേയോ സ്കാനിങ്ങോ ചെയ്യണമെങ്കിൽ അത് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട അല്ലെ. അപ്പോ അത്തരത്തിലൊരു ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി ഒരു സെക്ഷൻ ഉണ്ടാക്കുകയും അവിടെ ആ ഒരു സെക്ഷനിൽ തന്നെയായിരിക്കും തുടർന്നുള്ള എന്ത് എക്സ്റേയോ സ്കാനിങ്ങോ കാര്യങ്ങളോ ആ ഒരു റേഡിയോളജി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ആ ഒരു സെക്ഷനിലായിരിക്കും ഉൾപ്പെടുത്തുക. അതുപോലെ അങ്ങനെ ഏതൊരു ഡിപ്പാർട്ട്മെന്റ്, ഇപ്പൊ ഇൻപേഷ്യന്റ് അല്ലെങ്കിൽ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിന് വേണ്ടിയിട്ട് ഒരു സെക്ഷൻ, ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട ഒരു സെക്ഷൻ, അങ്ങനെ ഓരോ ഫാർമസിയുമായി ബന്ധപ്പെട്ട ഒരു സെക്ഷൻ, അങ്ങനെ ഒരു പേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡ് എടുത്താൽ അതിൽ പല പല സെക്ഷനുകളിലായിട്ടായിരിക്കും അവരുടെ റിപ്പോർട്ടുകള് റെക്കോർഡ് ചെയ്ത് വെക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അവരുടെ സ്രോതസ് ഈ ഒരു ഡേറ്റ അല്ലെങ്കിൽ റിപ്പോർട്ട് കിട്ടിയതിന്റെ ഏത് സോഴ്സിൽ നിന്നാണോ അതിനനുസരിച്ച് സെക്ഷൻ വൈസ് ആയിട്ട് തിരിച്ചായിരിക്കും അവരുടെ മെഡിക്കൽ റെക്കോർഡില് ഇത് അറേഞ്ച് ചെയ്ത് വെക്കുന്നത്. അതിനെയാണ് സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ് എന്ന് പറയുന്നത്. അപ്പോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇങ്ങനെയുള്ള ഒരു മെഡിക്കൽ റെക്കോർഡ് ഉണ്ടെങ്കിൽ അത് നല്ലതാണോ മോശമാണോ? അഡ്വാൻറ്റേജ് ഉണ്ട്, ഡിസഡ്വാൻറ്റേജ് ഉണ്ട് അല്ലെ. അഡ്വാൻറ്റേജ് എന്തായിരിക്കും ഒരു അഡ്വാൻറ്റേജ്? ഇത്തരത്തിലുള്ള ഒരു മെഡിക്കൽ റെക്കോർഡ് നമ്മള് കീപ്പ് ചെയ്യാണ്, ഈ ഒരു ഫോർമാറ്റിലാണ് മെഡിക്കൽ റെക്കോർഡ് തയ്യാറാക്കുന്നതെങ്കിൽ അതിന്റെ അഡ്വാൻറ്റേജ് എന്തായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾ ഒരിക്കലും ബൈഹാർട്ട് പഠിക്കേണ്ട, ഒന്ന് ചിന്തിച്ച് നോക്കിയേ. നമുക്കിപ്പോ ഒരു അറ്റ്ലീസ്റ്റ് ഒരു എക്സാമ്പിൾ, ഒരു പേഷ്യന്റ് വന്നിട്ടുണ്ട്. ആ പേഷ്യന്റിന്റെ പല പ്രാവശ്യം നമ്മളിപ്പോ ഒരു ബ്ലഡ് ഷുഗർ ടെസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ ഒരു പ്രഷർ ടെസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ടെസ്റ്റ് ചെയ്തു. ഷുഗർ ലെവൽ എന്ന് പറയുമ്പോൾ നമ്മള് പതിവായിട്ട് ടെസ്റ്റ് ചെയ്യാറുണ്ട് അല്ലെ. ഒരു പേഷ്യന്റിന്റെ മിക്ക ദിവസങ്ങളിലും നമ്മൾ ചെയ്യാറുള്ള ഒരു കാര്യം അല്ലെ. അപ്പൊ ഇതൊക്കെ കൂടി ഒരുമിച്ച് ഒരു കമ്പാരിസണോ കാര്യങ്ങളോ നടത്തണം, അല്ലെങ്കിൽ ഒരുമിച്ച് നോക്കി മനസ്സിലാക്കണം അതിൽ കുറവുകൾ വന്നിട്ടുണ്ടോ, പ്രോഗ്രസ് ഉണ്ടോ എന്ന് മനസ്സിലാക്കണമെങ്കിൽ അത് ഈസി ആയിരിക്കും അല്ലെ. ഈസി ആയിട്ട് അത് കണ്ടെത്താൻ എളുപ്പമായി. കാരണം ഒരു സെക്ഷനിൽ നിന്ന് എല്ലാത്തിന്റെയും റിപ്പോർട്ടുകൾ നമുക്ക് ഒരുമിച്ച് കിട്ടും അല്ലേ. അതൊരു അഡ്വാൻറ്റേജ് ആണ്, അഡ്വാൻറ്റേജ് അല്ലേ. അപ്പൊ ഓരോ ഡിപ്പാർട്ട്മെന്റ് വൈസ് ആയിട്ടുള്ള നമുക്ക് റിപ്പോർട്ടുകൾ കമ്പയർ ചെയ്യണമെങ്കിലോ മറ്റു കാര്യങ്ങള് മനസ്സിലാക്കണമെങ്കിലോ സ്റ്റഡി ചെയ്യണമെങ്കിലോ ഒക്കെ ഒരുമിച്ച് ആ ഒരു റിപ്പോർട്ടുകൾ ഇരിക്കുന്നത് കൊണ്ട് എളുപ്പമല്ലേ. അതാണ് ഇതിന്റെ പ്രധാന അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്തായിരിക്കും? ഡിസഡ്വാൻറ്റേജ് ഉണ്ടാവുമല്ലോ എന്തായാലും ഇല്ലേ. നമ്മൾ അങ്ങനെ യൂസ് ചെയ്യാതെ ഇപ്പൊ നമ്മൾ അങ്ങനെ യൂസ് ചെയ്യും. ടൈം എടുക്കും, ശരിയാണ്. ടൈം എടുക്കും എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പ്രധാനമായിട്ടും പറയുന്നത്, ഇപ്പൊ ഒരു പേഷ്യന്റിന്റെ എന്തെങ്കിലും ഒരു കാര്യത്തെ കുറിച്ച് പേഷ്യൻസിനെ പെട്ടെന്ന് ഒരു തീരുമാനം, പെട്ടെന്ന് ഒരു ട്രീറ്റ്മെന്റോ കാര്യങ്ങളോ കൊടുക്കണമെങ്കിൽ അതിനെപ്പറ്റി വേഗത്തിലൊരു തീരുമാനം നമുക്ക് പറയാൻ പറ്റുമോ? ഈ ഒരു മെഡിക്കൽ റെക്കോർഡ് നോക്കിയിട്ട് പറയാൻ പറ്റുമോ? ഇല്ല. എന്തുകൊണ്ടാ? അതൊരു ഒരുമിച്ചല്ല ഇരിക്കുന്നത്, പല സെക്ഷനിലായിട്ടാ അല്ലെ. അപ്പൊ ഓരോ സെക്ഷനും നോക്കി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എടുത്തു വരുമ്പോൾ ടൈം കൺസ്യൂമിംഗ് ആണ് അല്ലെ. സെപ്പറേറ്റ് ആയിട്ട് ഇരിക്കുന്നത് കൊണ്ട് തന്നെ അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ടൈം കൺസ്യൂമിംഗ് ആവും. അപ്പൊ പെട്ടെന്ന് ഒരു തീരുമാനം, നമുക്കൊരു ഡിസിഷൻ ആ പേഷ്യൻസിന് എന്തെങ്കിലും കാര്യത്തെ കുറിച്ചോ പ്രോബ്ലംസിനെ കുറിച്ചോ ട്രീറ്റ്മെന്റിനെ കുറിച്ചോ പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കാൻ പറഞ്ഞാൽ അല്ലെങ്കിൽ ആ ഒരു രോഗിയുടെ പ്രോബ്ലം എന്താണെന്ന് അതിനനുസരിച്ച് സമയോചിതമായിട്ട് നമുക്കത് പെട്ടെന്നായിട്ടുള്ള തീരുമാനം എടുക്കാൻ ഇത് ബുദ്ധിമുട്ടായിരിക്കും. അതാണ് ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പൊ ജസ്റ്റ് എന്താണെന്നുള്ളത് മിസ് ഒന്ന് ബ്രീഫ്ലി പറഞ്ഞു തന്നതാണ്. ഇനി ബാക്കി നമുക്കത് വായിക്കുമ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് ക്ലിയർ ആവും കേട്ടോ. അപ്പൊ SOMR ഇത്ര മാത്രം മനസ്സിലാക്കിയാൽ മതി. ഇതിൽ കൂടുതലൊന്നും നിങ്ങൾക്ക് ഇതിൽ പഠിക്കാനില്ല. SOMR എന്ന് പറഞ്ഞാൽ അതിന്റെ എക്സ്പാൻഡഡ് ഫോം പഠിച്ചു വെക്കണം. രണ്ടാമത്തെ കാര്യം, ഇവിടെ പേഷ്യൻസിന്റെ മെഡിക്കൽ റെക്കോർഡുകള് ആ പേഷ്യൻസിന് പരിചരണം കൊടുക്കുന്ന ഡിപ്പാർട്ട്മെന്റുകൾ അവർ കൊടുക്കുന്ന കെയർ ആൻഡ് ഡേറ്റാസിനനുസരിച്ച് ഓരോ സെക്ഷനുകളായിട്ടായിരിക്കും അതില് രേഖപ്പെടുത്തി വെക്കുക. അത് ക്ലിയർ അല്ലേ? അതുപോലെ തന്നെ ഇതില് ഓരോ സെക്ഷനുകളിലാക്കിയിട്ടായി വെക്കുന്നത് കൊണ്ട് ഓരോ ഡിപ്പാർട്ട്മെന്റിനും ഓരോ സെക്ഷനുകളായിരിക്കും. ആ പേഷ്യന്റിനായിട്ട് കൊടുത്തിട്ടുള്ള ആ ഡിപ്പാർട്ട്മെന്റ് കൊടുത്ത എല്ലാ പരിചരണങ്ങളും ഡേറ്റാസും ആ ഒരു സെക്ഷനിൽ നിന്ന് നമുക്ക് കിട്ടും.
അപ്പൊ അതിന്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും പറഞ്ഞിരുന്നു. അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട ഡേറ്റാസ് നമുക്ക് എളുപ്പത്തിൽ കണ്ടെത്താനും അതുമായി ബന്ധപ്പെട്ട സ്റ്റഡി നടത്താനും എന്താണ് തീരുമാനങ്ങൾ എടുക്കാനും എന്താണ് മാറ്റങ്ങൾ വരുത്താനും ഒക്കെ സാധിക്കും. അതേസമയം ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ പേഷ്യൻസിന്റെ ട്രീറ്റ്മെന്റിനെ കുറിച്ചോ പ്രോബ്ലംസിനെ കുറിച്ചോ പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കാനായിട്ട് ഇത് ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഓരോ സെക്ഷനുകളിലും പോയി നമ്മൾ നോക്കി കണ്ടെത്തി പഠിച്ച് അല്ലെങ്കിൽ വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ഒരു പ്രത്യേകമായിട്ടുള്ള ഡിസിഷൻ നമുക്ക് പറയാനായിട്ട്. അപ്പൊ അതൊരു ഡിസഡ്വാൻറ്റേജും ആണ്. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഒന്നുകൂടി മാർക്ക് തുടങ്ങി പറയാം കേട്ടോ. അപ്പൊ അത് എന്താണെന്നത് ബ്രീഫായിട്ട് മിസ് പറഞ്ഞു തന്നതാണ്. ഇതൊന്ന് മനസ്സിൽ വെച്ചേക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ എടുത്ത ഭാഗങ്ങളൊന്ന് വായിച്ചിട്ട് വരാം. ഡൗട്ട്സും കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു.